ഉണ്ണിനെ അടിച്ചതിൻ്റെ പേരിൽ എന്ത് പണിഷ്മെൻ്റാണ് ഹെയ്സുവിന് കിങ് കൊടുക്കുക എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഹെയ്സു. ചെയ്യോട് ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തവർക്ക് എന്തൊക്കെ പണിഷ്മെൻ്റ് ആയിരുന്നു കൊടുത്തിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ കൈ വെട്ടിക്കളയുകയോ അല്ലെങ്കിൽ കാല് വെട്ടിക്കളയുകയോ ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നതെന്ന് ചെയ്യും പറയുന്നു. ഏയ് കിങ് അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഹെയ്സു സ്വയം ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. അപ്പോഴാണ് കുതിരപ്പുറത്തൊക്കെ കയറി ഹെയ്സുവിനെ കാണാൻ വരുന്നത്. ഉണ്ണങ്ങനെ ഹെയ്സുവിൻ്റെ അടുത്ത് വന്നിട്ട് രാജാവ് ഉണ്ണിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹെയ്സുവിനെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. കിങ്ങിൻ്റെ അടുത്ത് വന്നതിന് ശേഷം എൻ്റെ മുഖത്തെ പാടെല്ലാം കണ്ടിട്ട് ആരാണ് ഇങ്ങനെ ചെയ്തത്, ആൾക്ക് നല്ല പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ഞാൻ എല്ലാ തെറ്റും എൻ്റെ ഭാഗത്താന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ കുറേ ന്യായീകരിക്കാനൊക്കെ നോക്കി. എന്തായാലും ഞാൻ ഉള്ളത് കൊണ്ട് കിങ് അധികം പണിഷ്മെൻ്റ് ഒന്നും തരാതെ നിന്നെ വെറുതെ വിട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഹെയ്സുവിന് സന്തോഷമായി. എന്നാൽ ഞാൻ പോവുകയാണ്, വളരെയധികം നന്ദിയുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ പോകാൻ തുടങ്ങുന്ന ഹെയ്സുവിനോട് ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുന്നു. അതിനുശേഷം എന്താണ് കാര്യം എന്നൊന്നും പറയാതെ അവിടെ നാണം കുടുങ്ങിയൊക്കെ നിൽക്കുന്നു. ഹെയ്സു അതെല്ലാം കാണുമ്പോൾ ഇനി ഇവനെ എന്നോട് ഇഷ്ടമെല്ലാം തോന്നിയിട്ടുണ്ടാകുമോ എന്ന് ഓർക്കുന്നു. ആദ്യമായിട്ടാണ് എന്നോടൊരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അങ്ങനെയാണ് സാധാരണ ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ പറയുന്നത്. പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നോ? എന്തായാലും അങ്ങനെയൊന്നും ഇവൻ പറയരുതെന്നൊക്കെയാണ് ഇപ്പോൾ ഹെയ്സു ആലോചിക്കുന്നത്. പക്ഷെ ഹെയ്സ് വിചാരിച്ചതുപോലെ തന്നെ എന്നോട് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ഹെയ്സുവിനോട് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഹെയ്സ് ഓർക്കുകയാണ്, ഇതെല്ലാം 1000 വർഷങ്ങൾക്ക് മുമ്പേ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നല്ലേ എന്ന്. അതിനുശേഷം പറയുകയാണ്, ഇതിനു മുമ്പ് ഞാൻ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഞാനൊരു പ്രിൻസ് ആണല്ലോ എന്ന് വിചാരിച്ച് അവരെൻ്റെ കയ്യിൽ നിന്നും തല്ല് മേടിക്കാറായിരുന്നു പതിവ്. അതുകൊണ്ട് ഒരു രസവും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഫൈറ്റ് ചെയ്തതായിരുന്നു യഥാർത്ഥത്തിലുള്ള ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഹീസ് പറയുകയാണ്, നിനക്ക് എപ്പോഴെങ്കിലുമൊക്കെ അടി കൂടണമെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, ഞാനിവിടെ ഉണ്ടാകുമെന്ന്. അത് കേൾക്കുമ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ട് എനിക്കിവിടെ വരാമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഹീസും പറയുന്നു, നിനക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യമാണത്, ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോളാൻ. പിന്നീട് ഒരു ബിൽഡിങ്ങിന് മുകളിലിരിക്കുന്ന ബേക്ക് ആനെ കാണിക്കുന്നു. ബേക്ക ആ വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളുടെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നു. അപ്പോൾ കുറേ അധികം ആളുകൾ വഴിയിലൂടെ ഓടിപ്പോകുന്നത് ബേക്ക ശ്രദ്ധിക്കുന്നു. അവിടെ എന്താണ് ബഹളം എന്നൊക്കെ അറിയാൻ ബേക്കായും ചെല്ലുന്നു. അങ്ങനെ ബേക്കായി എത്തുമ്പോൾ അവിടെ ഒരു ഫൈറ്റ് നടക്കുകയായിരുന്നു. ആ ഫൈറ്റെല്ലാം കണ്ടുകൊണ്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ ബേക്ക വരയ്ക്കുന്നു. അങ്ങനെ എതിരെയുള്ള ആളെ ഇടിച്ചിട്ടതിന് ശേഷം ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അത് ജെങ്ങായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ഇനി ജെങ്ങിനെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ള രീതിയിൽ വിളിച്ചു പറയുമ്പോഴാണ് അവിടെ ബേക്ക ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ജെങ് അറിയുന്നത്. ജെങ്ങിന് ഇതുപോലെ കൊട്ടാരത്തിന് വെളിയിലൊക്കെ പോയി ഫൈറ്റ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ജെങ് അങ്ങനെ ബേക്കയോട് പറയുകയാണ്, കൊട്ടാരത്തിൽ പോയി ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന്. പക്ഷെ ബേക്ക അതൊന്നും കേൾക്കുന്നില്ല. ബേക്ക ഇവർ അടികൂടിയ പടമെല്ലാം വരച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബുക്ക് തരാനൊക്കെ പറഞ്ഞ് ചെങ്ങും ബേക്കായും തമ്മിൽ അടികൂടുന്നു. നീയും എന്നെ പോലെ വേഷം മാറിയിക്കല്ല വന്നത്, എൻ്റെ കാര്യം നീ പറഞ്ഞു കൊടുത്താൽ നിന്റെ കാര്യം ഞാനും പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ ജെങ് പറയുന്നു. അവസാനം ബേക്കായുടെ കയ്യിൽ നിന്നും ആ ബുക്കെല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് ജെങ് ഓടുന്നു. ബേക്ക ലേഡി ഹേനെ കാണാൻ പോകുന്നു. അതിനുശേഷം ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നു. ഞാൻ നമ്മുടെ പണ്ടത്തെ കാലമെല്ലാം ഓർത്തുപോയെന്ന് ബേക്ക ലേഡി ഹേയോട് പറയുന്നു. ബേക്ക വൂക്കിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ബേക്ക എപ്പോഴും വിളിക്കുന്നത് പോലെ തന്നെ നോന എന്നൊക്കെ ലേഡി ഹേനെ വിളിക്കുന്നു. അത് കേൾക്കുമ്പോൾ വൂക്ക് അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ വഴക്ക് പറയും, ഞാൻ നിൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണെന്നൊക്കെ ലേഡി ഹേ പറയുന്നു. അപ്പോൾ ബേക്ക പറയുന്നു, നിങ്ങൾ ആദ്യം എൻ്റെ ചേച്ചിയായിരുന്നു, അതിനുശേഷമാണ് വൂക്കിൻ്റെ വൈഫായതെന്ന്. ബേക്കായിക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനോടൊക്കെയാണ് താല്പര്യം. അങ്ങനെ ഒരു തവണ മ്യൂസിക്കൊക്കെ പഠിക്കാൻ പോയപ്പം അവിടെ ഉണ്ടായിരുന്ന സാറിൻ്റെ മകളാണ് ഈ ലേഡി ഹേ. ഹെയ്സുവിന് ഇവരുടെയൊക്കെ ലാംഗ്വേജ് അറിയാമെങ്കിലും അവരുടേതായ രീതിയിലൊക്കെ സംസാരിക്കാൻ പഠിക്കുകയായിരുന്നു. അങ്ങനെ ഹെയ്സ് സംസാരിച്ച് പഠിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവർക്ക് 2 പേർക്കും ചിരിയെല്ലാം വരുന്നു. അവൾക്ക് അപകടം പറ്റിയതിൽ പിന്നെ അവൾ വളരെയധികം മാറിയിട്ടുണ്ടെന്നൊക്കെ ബേക്ക ലേഡി ഹേയോട് പറയുന്നു. നിങ്ങൾ 2 പേരും ഒരുപോലെയാണെന്ന് ലേഡി ഹേ പറയുന്നു. നിന്നെപ്പോലെ തന്നെ അവളും എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 2 പേർക്കും തമാശ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. നഷ്ടപ്പെടുന്നത് മാത്രമേ നിങ്ങൾക്ക് 2 പേർക്കും അംഗീകരിക്കാൻ സാധിക്കാത്തതായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിന്റെ സഹോദരി ഹെയ്സു ആണെന്നൊക്കെ ലേഡി ഹേ പറയുമ്പോഴത്തേക്കും ബേക്ക പറയുകയാണ്, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ അറിയാവുന്നതല്ലേ എന്ന്. വാങ്മൂനെ കൊല്ലാൻ വന്ന കുറേ ആളുകളൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ ബോഡിയെല്ലാം ചെക്ക് ചെയ്യുകയാണ് വാങ്മുവും വാങ്സോയും കൂടി. വാങ്മു അതിൽ ഒരാളുടെ വായെല്ലാം തുറന്നു നോക്കുന്നു. അതിനുശേഷം ഞെട്ടലോടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി ആളുകളുടെയും വാ തുറന്നു നോക്കുന്നു.
അങ്ങനെ അവർ മനസ്സിലാക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ നാവുകൾ ഉണ്ടായിരുന്നില്ല, അതെല്ലാം നേരത്തെ തന്നെ വെട്ടിയെടുത്തിരുന്നു. അതിനുശേഷം അവർ ഓർക്കുകയാണ് ആരായിരിക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടി സ്വന്തം നാവെല്ലാം ഉപേക്ഷിക്കുന്നതെന്ന്. പണ്ട് തെറ്റ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷയായിട്ട് അവരുടെ നാക്കുകളെല്ലാം പിഴുതെടുക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ച് വാങ്മോയിനോടും വാങ്സോയോടും പറയുന്നു. അങ്ങനെ നാവുകൾ നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഒരു ടെമ്പിളിലാണ് ഇപ്പോഴും ഉള്ളതെന്നൊക്കെ ചോദിച്ച് പറയുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും ആരാണ് ഈ ടെമ്പിൾ ഇപ്പം നടത്തുന്നതെന്നൊക്കെ അന്വേഷിക്കാൻ ചോയിച്ചിയോട് മു ആവശ്യപ്പെടുന്നു. അതിനെല്ലാം ശേഷം വാങ്സോ യോനെ പിടിച്ചു നിർത്തുന്നു. നീ അല്ലായിരുന്നോ ഇതിനെല്ലാം പിന്നിലെന്ന് ചോദിക്കുന്നു. യോ ഒന്നും അറിയാത്ത പോലെയൊക്കെ പെരുമാറുമ്പോൾ വാഗ്മോനെ കൊല്ലാൻ ആളെ വിട്ടത് നീ അല്ലായിരുന്നോ എന്ന് വാങ്സോ ചോദിക്കുന്നു. നീ തന്നെ അല്ലായിരുന്നോ കാട്ടിൽ വെച്ച് കൊല്ലാൻ വിട്ട ആളുകളെല്ലാം കൊന്നത്? ഇതെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിന്റെ കയ്യിൽ തെളിവ് വല്ലതും ഉണ്ടോ എന്നായിരുന്നു യോ ചോദിച്ചത്. നിന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് അമ്മയാണോ എന്ന് വാങ്സോ ചോദിക്കുന്നു. അത് കേട്ട് കഴിയുമ്പോൾ യോയുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ വാങ്സോ ശ്രദ്ധിക്കുന്നു. അമ്മ തന്നെയായിരുന്നു ഇതിനെല്ലാം പിന്നിലെന്ന് വാങ്സോ മനസ്സിലാക്കുന്നു. അതിനുശേഷം അമ്മ ജെങ്ങിനോട് വർത്തമാനം പറയുന്നതെല്ലാം ഒളിച്ചു നിന്ന് വാങ്സോ കാണുന്നു. ലേഡി ഹേ വില്ലേജിലെല്ലാം ഡൊണേറ്റ് ചെയ്യാനായിട്ട് ക്ലോത്ത്സ് എല്ലാം എടുത്തു വയ്ക്കുന്നത് ഹെയ്സ് ശ്രദ്ധിക്കുന്നു. വുക്കാണ് ഇതെല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നതെന്നൊക്കെ അറിയുമ്പോൾ ലേഡി ഹേയോടും വുക്കിൻ്റെ കൂടെ പോകാനൊക്കെ ഹെയ്സ് പറയുന്നു. ഞാൻ നിങ്ങളെ ഒരുക്കാമെന്നും ലേഡി ഹേയോട് ഹെയ്സ് പറയുന്നു. അങ്ങനെ ലേഡി ഹേനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹെയ്സ് പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. സ്വപ്നത്തിൽ ഞാൻ കോസ്മെറ്റിക്സ് ഒക്കെ വിൽക്കുന്ന ജോലിയായിരുന്നു ചെയ്തിരുന്നത്. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ എപ്പോഴും സുന്ദരിയായിട്ടിരിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും അവളെ ഒരുക്കിയൊക്കെയായിരുന്നു വിട്ടിരുന്നത്. ഹെയ്സു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ഹെയ്സുവിൻ്റെ സ്വന്തം ലൈഫിനെ കുറിച്ചാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവളും എൻ്റെ ലവറും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പണവും സ്വത്തുക്കളും എല്ലാം അവർ കൈക്കലാക്കി. മാത്രമല്ല ഒരുപാട് കടബാധ്യത എനിക്ക് വരുത്തി വയ്ക്കുകയും ചെയ്തു. അതെല്ലാം വെറും സ്വപ്നമല്ലേ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് ലേഡി ഹേ ഹെയ്സുവിനോട് പറയുന്നു. ലേഡി ഹേ കണ്ണാടിയിൽ മുഖം നോക്കി കഴിയുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പോലെ അല്ലല്ലോ ഞാനിപ്പം, എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തി ആണെന്നൊക്കെ തോന്നുമല്ലോ എന്നൊക്കെ ലേഡി ഹേയും പറയുന്നു. വൂക്ക് വില്ലേജിലുള്ള ആളുകൾക്കൊക്കെ സാധനങ്ങളെല്ലാം കൊടുക്കുമ്പോൾ ലേഡി ഹേയും ഹെയ്സുവും വൂക്കിൻ്റെ കൂടെ കൂടുന്നു. ഹെയ്സ് കുട്ടികൾക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നു. ഒരു കുട്ടിക്ക് കൊടുത്ത സ്വീറ്റ്സ് വേറൊരു കുട്ടി തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണുമ്പോൾ ആ കുട്ടീനെ പിടിച്ചു നിർത്തി വഴക്കൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് വേറെ ഫുഡ് കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ വൂക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹെയ്സ് തിരിഞ്ഞു നോക്കുമ്പോൾ വൂക്ക് ഹെയ്സുവിനെ നോക്കുന്നതൊക്കെ ഹെയ്സ് ശ്രദ്ധിക്കുന്നു. ഹെയ്സു വൂക്കിന് ഹായ് എല്ലാം പറയുമ്പോൾ വൂക്കും കൈ ഉയർത്തുന്നു. അതിനുശേഷമാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെക്കുറിച്ചൊക്കെ വൂക്ക് ആലോചിക്കുന്നത്. അങ്ങനെ വൂക്ക് ഉയർത്തിയില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പതുക്കെ താക്കുന്നുമുണ്ട്. ഹെയ്സു മെഡിസിന് യൂസ് ചെയ്യുന്ന ഇലകളെല്ലാം മണത്ത് നോക്കുമ്പോൾ വൂക്കും കൂടി കയറി ചെല്ലുന്നു. നിനക്കിതിനെക്കുറിച്ചൊക്കെ അറിയാമോ എന്ന് വൂക്ക് ചോദിക്കുമ്പോൾ ഞാൻ ഇതെല്ലാം കൊണ്ട് സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഹെയ്സ് പറയുന്നു. അതെന്താണ് സംഭവം എന്നൊന്നും വൂക്കിന് മനസ്സിലായില്ലെങ്കിലും ഹെയ്സു എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നു. ഞാൻ എന്തായാലും ഒരെണ്ണം ലേഡി ഹേയ്ക്ക് വേണ്ടിയും ഉണ്ടാക്കാമെന്ന് ഹെയ്സ് പറയുന്നു. വൂക്ക് ലേഡി ഹേയ്ക്ക് വേണ്ടിയുള്ള മരുന്നെല്ലാം മേടിക്കാൻ എത്തിയതായിരുന്നു. അതിനോടൊപ്പം തന്നെ വൂക്ക് ഹെയ്സുവിൻ്റെ മുറിവിനുള്ള മരുന്നും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഹെയ്സു മുറിവിൽ കൃത്യമായിട്ടൊന്നും മരുന്ന് വയ്ക്കാത്തത് കാണുമ്പോഴത്തേക്കും വൂക്ക് തന്നെ ഹെയ്സുവിനെ ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുന്നുണ്ട്. അങ്ങനെ ഹെയ്സുവിന് വൂക്ക് മരുന്നെല്ലാം വെച്ച് കൊടുക്കുമ്പോൾ ഹെയ്സുവിന് വൂക്കിനോടൊരു ഇഷ്ടം തോന്നുകയൊക്കെ ചെയ്യുന്നു. ഹെയ്സു ആണെങ്കിൽ വൂക്കിൻ്റെ മുഖത്തൊന്നും നോക്കാതെ വളരെയധികം കഷ്ടപ്പെട്ടാണ് അവിടെ ഇരിക്കുന്നത്. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ലേഡി ഹേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലേഡി ഹേനെ എടുത്തുകൊണ്ടാണ് വൂക്ക് എത്തിയത്. അതിനുശേഷം ലേഡി ഹേനെ പുതുപ്പിക്കുന്ന സമയത്ത് വൂക്കിൻ്റെയും ഹെയ്സുവിൻ്റെയും കൈകൾ തമ്മിൽ തൊടുന്നൊക്കെയുണ്ട്. പിന്നീട് കൈയെല്ലാം വലിച്ചിട്ട് ഹെയ്സു പോകുന്നു. വൂക്ക് ലേഡി ഹേനെ നല്ലതുപോലെ തന്നെ പുതുപ്പിച്ചതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങിപ്പോയ ഹെയ്സുവിനെ നോക്കുന്നു. ഹെയ്സുവിന് വേണ്ടി ലേഡി ഹേ പ്രാർത്ഥിച്ച അതേ സ്ഥലത്ത് ഹെയ്സു എത്തുന്നു. എന്നിട്ട് അമ്മയോട് പറയുകയാണ്, ലേഡി ഹേയ്ക്ക് അസുഖം കൂടുതലാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ലേഡി ഹേയുടെ അസുഖമെല്ലാം മാറ്റിക്കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്യുന്നതൊന്നും ശരിയല്ലെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഫീലിങ്സിനൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നും ഹെയ്സു പ്രാർത്ഥിക്കുന്നു. പിറ്റേന്ന് വാങ്സോ ഒരമ്പലം കണ്ടെത്തുകയാണ്. അവിടെയാണ് എല്ലാ ആളുകളെയും ഒളിപ്പിച്ച് താമസിച്ചിരിക്കുന്നത്. ഇതേ സ്ഥലത്തെത്താൻ വാഗ്മോവും ബാക്കി ഭടന്മാരും എല്ലാം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യം എത്തുന്നത് വാങ്സോയാണ്. അങ്ങനെ ആ ഒരു ടെമ്പിളിനകത്തെത്തുമ്പോൾ അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും കണ്ണുകളെല്ലാം അടച്ച് സൗണ്ടെല്ലാം നിരീക്ഷിച്ചു കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം വാങ്സോയ്ക്ക് മനസ്സിലാകുന്നു.
അവിടുന്ന് ഓരോരുത്തരായിട്ട് എത്തിയിട്ട് വാങ്സോനെ അറ്റാക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പിലെ ലീഡർ ആരാന്നൊക്കെ വാങ്സോ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ഒരു മറുപടിയും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വാങ്സോയ്ക്ക് അവരുമായിട്ട് ഏറ്റുമുട്ടേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ എല്ലാവരും മരിച്ച് വാങ്സോ മാത്രം ജീവനോടെ നിൽക്കുമ്പോഴാണ് അവരുടെ ലീഡർ വാതിലെല്ലാം തുറന്ന് വെളിയിലേക്ക് വരുന്നത്. അങ്ങനെ അയാൾ പറയുകയാണ്, ഇവിടെയുള്ള ആളുകളൊക്കെ പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളൊക്കെ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം നാക്കുകൾ പിടിതെടുത്തതാണ്. അപ്പോഴിവരെ എല്ലാവരെയും കൊന്നതിന് പകരം ഞാൻ നിന്നെയായിരുന്നല്ലേ കൊല്ലേണ്ടിയിരുന്നതെന്ന് വാങ്സോ ചോദിക്കുന്നു. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം നിന്റെ അമ്മയ്ക്കറിയാവോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ വാങ്സോ ഒരു ചിരിയെല്ലാം ചിരിക്കുന്നു. വാങ്സോ കയ്യിലുണ്ടായിരുന്ന വാളെല്ലാം എടുത്ത് അയാളെ വെട്ടിയതിന് ശേഷം പറയുകയാണ്, നീ രാജ്ഞിക്ക് വേണ്ടിയല്ല ഇതെല്ലാം ചെയ്തത്. ഇപ്പോൾ അവൾക്ക് വേണ്ടി നീ മരിക്കുകയോട് ചെയ്യാൻ. അങ്ങനെ ആ ഒരു ടെമ്പിൾ കത്തിച്ചതിന് ശേഷം ബ്ലഡെല്ലാം നിറഞ്ഞ വാളും മുഖമൊക്കെ ആയിട്ട് വാങ്സോ അവിടെ നിന്നും പോകുന്നു. അതിനുശേഷമാണ് വാങ്മോവും ടീമും എത്തുന്നത്. അവരെത്തിക്കഴിയുമ്പോൾ വളരെയധികം വൈകിയിട്ടുണ്ടായിരുന്നു. അവർ കാണുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടെമ്പിളാണ്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചോട് വാങ്മോ ചോദിക്കുന്നു. എന്തായാലും സോൾജിയേഴ്സിനോട് എല്ലാവരോടും അകത്ത് ചെന്ന് തീ അണച്ചിട്ട് ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാനും പറയുന്നു. അന്ന് രാത്രി ക്വീൻ ഉറങ്ങുമ്പോൾ ഒരു സൗണ്ടെല്ലാം കേട്ടിട്ട് എണീറ്റ് നോക്കുകയാണ്. അപ്പോൾ ബ്ലഡെല്ലാം നിറഞ്ഞ ആ ഒരു വാളുമായിട്ട് വാങ്സോ മുന്നിൽ വന്ന് നിൽക്കുന്നു. വാങ്സോനെ കണ്ട് ഞെട്ടി നിൽക്കുന്ന ക്വീൻ്റെ മുഖത്ത് നോക്കി വാങ്സോ പുഞ്ചിരിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന ക്വീൻ്റെ അടുത്തേക്ക് രക്തമെല്ലാമുള്ള ആ ഒരു വാളുമായിട്ട് വാങ്സോ എത്തുന്നു. ക്വീനെയും കൊല്ലാൻ വരുന്നതായിരിക്കുമെന്ന് വിചാരിച്ച് അടുത്തേക്ക് വരരുതെന്നൊക്കെ ക്വീനും പറയുന്നു. ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് അറിയാമോ എന്ന് വാങ്സോ അമ്മയോട് ചോദിക്കുന്നു. ആ ടെമ്പിളിലുള്ള എല്ലാവരെയും കൊന്ന് അവിടെയെല്ലാം ഞാൻ തീയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയാണ് ഇതിന് പിന്നിലെന്ന് ഇനി ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. ഇപ്പോഴമ്മയ്ക്ക് സന്തോഷമായില്ലേ? ഇനിയെങ്കിലും അമ്മ എന്നെ മകനായിട്ട് അംഗീകരിക്കാനൊക്കെ വാങ്സോ പറയുമ്പോൾ വാങ്സോ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ആയിരുന്നില്ല ക്വീൻ വാങ്സോയ്ക്ക് കൊടുത്തത്. നീ മനുഷ്യനല്ല, മറിച്ച് മൃഗമാണെന്നാണ് വാങ്സോയോട് ക്വീൻ പറഞ്ഞത്. അത് കേട്ട് കഴിയുമ്പോൾ വാങ്സോയുടെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരിയെല്ലാം മാറുകയും ചെയ്യുന്നു. ഞാനിതെല്ലാം അമ്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് വാങ്സോ പറയുമ്പോൾ എന്നെ അമ്മയെന്നൊന്നും വിളിക്കരുതെന്നായിരുന്നു ക്വീൻ തിരിച്ചു പറഞ്ഞത്. അത് കേട്ട് കഴിയുമ്പോൾ വാങ്സോ ചോദിക്കുകയാണ്, എന്നെ മകനായി സ്വീകരിക്കാൻ സാധിക്കാത്തതിന് കാരണം എൻ്റെ മുഖത്തുള്ള ഈ ഒരു പാടാണോ എന്ന്. ഇതുകൊണ്ടാണോ അമ്മ എന്നെ ഷിൻജുയിലേക്ക് ദത്തു കൊടുത്തതെന്നും വാങ്സോ ചോദിക്കുന്നു. എന്നെ ഷിൻജു ഫാമിലി ദത്തെടുത്തതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അമ്മ അന്വേഷിച്ചിട്ടുണ്ടോ എന്നും വാങ്സോ ചോദിക്കുന്നു. എന്നെ ദത്തെടുത്ത അമ്മ വളരെയധികം ദുഷ്ടയായിരുന്നു. അവരെന്നെ മുറിയിലിട്ട് പൂട്ടി ഭക്ഷണവും വെള്ളവും തരാതെ ഒത്തിരി ദിവസം കിടത്തിയിട്ടുണ്ട്. വാങ്സോയുടെ വിഷമമെല്ലാം കേട്ട് കഴിയുമ്പോൾ ക്വീൻ പറയുന്നത്, ഏത് മകനാണോ തന്നെ ഏറ്റവും കൂടുതൽ അഭിമാനത്തിലാക്കുക ആ മകനെ ആയിരിക്കും ഒരമ്മ എപ്പോഴും സ്നേഹിക്കുക എന്നാണ്. നീ എന്നും എനിക്കൊരു ഭാരം മാത്രമായിരുന്നു, അല്ലാതെ ഞാൻ നിന്നെ മകനായിട്ട് പോലും കണ്ടിട്ടില്ല എന്ന് ക്വീൻ പറയുന്നു. അതിന് മറുപടിയായി വാങ്സോ ക്വീനോട് പറയുകയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾ ഓർമ്മയിൽ വെച്ചോളൂ. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതാണ് ഇന്ന്. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഒരിക്കൽ നിങ്ങൾ എന്നെ മകനായി അംഗീകരിക്കും. അന്ന് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ള മക്കൾ ആരും കാണില്ല, ഞാൻ മാത്രമേ ഉണ്ടാകൂ. ഇന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തതുപോലെ അന്നും ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും വാങ്സോ പറയുന്നു. അമ്മമാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി വെച്ചിരിക്കുന്ന ആ കല്ലുംകൂട്ടത്തിലെ കല്ലുകളെല്ലാം വാങ്സോ എടുത്ത് മാറ്റുന്നു. ഹെയ്സു അതിൽ നിന്നുമെല്ലാം വാങ്സോനെ തടയാൻ ശ്രമിക്കുന്നു. അങ്ങനെ തടഞ്ഞു കഴിഞ്ഞിട്ട് വാങ്സോയുടെ കയ്യിലുണ്ടായിരുന്ന ബ്ലഡെല്ലാം കാണുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഹെയ്സു ചോദിക്കുന്നു. അതിന് മറുപടിയായി വാങ്സോ പറയുകയാണ്, ഈ ബ്ലഡെല്ലാം ഞാൻ ഇന്ന് കൊന്നവരുടെയാണെന്ന്. അത് കേട്ടിട്ടും വാങ്സോനെ പേടിക്കാതെ വാങ്സോയുടെ കയ്യിലുണ്ടായിരുന്ന മുറിവിനെക്കുറിച്ചായിരുന്നു ഹെയ്സു ചിന്തിച്ചിരുന്നത്. ഞാൻ ഒരുപാട് ആളുകളെ കൊന്നെന്ന് പറഞ്ഞിട്ട് നിനക്ക് പേടിയാകുന്നില്ലേ? നീ എത്രയും വേഗം ഇവിടുന്ന് പൊക്കോളാനൊക്കെ വാങ്സോ ഹെയ്സുവിനോട് പറയുന്നു. പക്ഷെ അപ്പോൾ ഹെയ്സു പറയുന്നു, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. സമാധാനമായിട്ട് പറ, എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന്. ഹെയ്സു പറയുകയാണ്, നിങ്ങളുടെ ഇപ്പോഴുള്ള മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് വാളെല്ലാം ഉയർത്തേണ്ടി വന്നതാണ്. മാത്രമല്ല സ്വയം ജീവിക്കണമെങ്കിൽ മറ്റൊരാളെ കൊല്ലണമെന്ന അവസ്ഥ വരെ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് നല്ലതുപോലെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഹെയ്സ് പറയുന്നു. വൂക്ക് രാജാവിനോട് പറയുകയാണ്, ഇന്നലെ രാത്രി ആ ടെമ്പിളിലുണ്ടായിരുന്ന ആളുകളെല്ലാം മരിച്ചു. അവരെ എല്ലാവരെയും ആരോ കൊന്ന് അവിടെയെല്ലാം തീയിട്ടതാണ്. വാങ്മുവിൻ്റെ കൊലപാതക ശ്രമത്തിന് പിന്നിലും അവർ തന്നെ ആയിരുന്നു എന്ന് വൂക്ക് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പണമെല്ലാം നൽകിയിരുന്നത് ക്വീനാണെന്ന് വാങ്മുവും പറയുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ എന്നൊക്കെ ക്വീനോട് രാജാവ് ചോദിക്കുമ്പോൾ ഒന്നും തന്നെ അറിയില്ല എന്ന് ക്വീൻ മറുപടിയും പറയുന്നു. അമ്മേനെ രക്ഷിക്കാനായി യോ പറയുകയാണ്, ഞാനായിരുന്നു യഥാർത്ഥത്തിൽ അവർക്കെല്ലാം പണം കൊടുത്തിരുന്നത്. അവരെല്ലാം അവിടെ താമസിപ്പിച്ചതും ഞാനാണ്. പക്ഷേ എനിക്ക് അവരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു എന്ന്. യോനെ രക്ഷിക്കാനായി അവനല്ല ഞാനായിരുന്നു ആ പണമെല്ലാം കൊടുത്തതെന്ന് ക്വീൻ പറയുന്നു.
അപ്പോൾ ക്വീനെ രക്ഷിക്കാൻ ആ ടെമ്പിളിൽ തീയിട്ടതും അവിടുത്തെ ആളുകളെല്ലാം കൊന്നതും ഞാനാണെന്ന് വാങ്സോ പറയുന്നു. വാങ്സോനെ രക്ഷിക്കാൻ വൂക്ക് പറയുകയാണ്, ഇപ്പോഴും നമ്മുടെ കയ്യിൽ ക്വീനെതിരായിട്ട് തെളിവുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ തെളിവുണ്ടാകുന്നത് വരെ ക്വീനെ നമുക്ക് തെറ്റുകാരിയാക്കാൻ സാധിക്കില്ല. അത് ശരി തന്നെയാണ്, ക്വീനെ തെറ്റുകാരിയാക്കാൻ സാധിക്കില്ല എന്ന് വാങ്സോയും പറയുന്നു. ക്വീനെ രക്ഷിക്കാനാണ് വാങ്സോ ശ്രമിക്കുന്നതെങ്കിലും വാങ്സോ രക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ക്വീന് സന്തോഷമൊന്നും ഉണ്ടാകുന്നില്ല. വൂക്കിൻ്റെ കൊട്ടാരത്തിലുള്ള സെർവൻസിനൊക്കെ വാങ്സോനെ വളരെയധികം പേടിയാണ്. അതുകൊണ്ട് തന്നെ ആരും വാങ്സോയ്ക്ക് ഫുഡ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ പേടിച്ചു നിൽക്കുന്ന അവരോട് ഹെയ്സ് തന്നെ ഫുഡെല്ലാം കൊണ്ടു കൊടുത്തോളുമെന്ന് ലേഡി ഹേ പറയുന്നു. ഒരു വലിയ മലയുടെയൊക്കെ മുകളിലായിരുന്നു വാങ്സോ ഉണ്ടായിരുന്നത്. ആ മലയെല്ലാം കയറി വാങ്സോയ്ക്ക് ഫുഡ് കൊടുക്കാനായി അങ്ങോട്ട് ഹെയ്സു എത്തുന്നു. ആദ്യം ഹെയ്സു പറയുന്നത്, ഞാൻ ഈ ഫുഡെല്ലാം ഇവിടെ വെച്ചിട്ട് പോവുകയാണ്, നിങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ പ്ലേറ്റ് ഇവിടെ വെച്ചാൽ മതി, ഞാൻ പിന്നെ വന്ന് എടുത്തോളാം എന്നാണ്. അത് കഴിയുമ്പോൾ ഇനിയും ഇത്രയും ദൂരം വന്ന് പ്ലേറ്റ് എല്ലാം എടുത്തുകൊണ്ട് പോകണ്ടേന്ന് ഓർത്തിട്ട് ഹെയ്സ് തിരിച്ചു വന്നിട്ട് പറയുകയാണ്, വേഗം കഴിക്കുക, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാനെന്ന്. ഇതുപോലെയുള്ള സ്ഥലത്ത് എന്തിനാണ് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നതെന്നൊക്കെ ഹെയ്സു വാങ്സോയോട് ചോദിക്കുന്നുണ്ട്. ഇന്നലെ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഹെയ്സു വാങ്സോയോട് ചോദിക്കുന്നു. ആ ക്വസ്റ്റ്യന് മറുപടി പറയാതിരിക്കാനായിട്ട് വാങ്സോ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, നീ എന്തിനാണ് അന്ന് രാജകുമാരന്മാരെല്ലാവരും കുളിക്കുന്നിടത്ത് പോയതെന്ന്. തിരിച്ച് വൂക്കിൻ്റെ കൊട്ടാരത്തിലേക്ക് വാങ്സോയും ഹെയ്സും കൂടി നടന്നു പോവുകയായിരുന്നു. ആ ഡ്രസ്സും പിന്നെ പ്ലേറ്റ്സുമായിട്ട് ഒന്നിച്ച് നടന്നു പോകാൻ ഹെയ്സുവിന് ബുദ്ധിമുട്ടായിരുന്നു. അത് കാണുമ്പോൾ വാങ്സോ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ കൈയെല്ലാം നീട്ടുന്നുണ്ട്. പക്ഷെ ഹെയ്സു തന്നെ ചെയ്യുന്നുള്ള രീതിയിൽ വാങ്സോ കൈ നീട്ടിയതൊന്നും കാണാതെ അതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. ഹെയ്സും വൂക്കും കൂടി അസുഖത്തിലൊക്കെ ആയ ലേഡി ഹേനെ നോക്കുന്നു. വൂക്കിനോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് ലേഡി ഹേ ഹെയ്സുവിനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ലേഡി ഹേ വൂക്കിനോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ അടുത്തൊരു വിവാഹം കഴിക്കാനുള്ള സമയമായി എന്ന്. അങ്ങനെ പറയുന്നത് ഹെയ്സു കേൾക്കുകയും ചെയ്യുന്നു. ഒരു ഭാര്യ എന്ന രീതിയിലുള്ള ഡ്യൂട്ടീസൊന്നും എനിക്കിപ്പോൾ ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യണമെന്നും ലേഡി ഹേ വൂക്കിനോട് ആവശ്യപ്പെടുന്നു. നിങ്ങളങ്ങനെ മറ്റൊരു വിവാഹം കഴിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷമായിട്ട് മരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ലേഡി ഹേ പറയുന്നു. അങ്ങനെ ലേഡി ഹേ പറയുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് വൂക്ക് സംസാരിക്കുന്നു. പക്ഷേ ലേഡി ഹേ പറയുകയാണ്, എനിക്ക് നല്ലതുപോലെ അറിയാം നിങ്ങൾ ഇപ്പോഴും എന്നെ പ്രണയിക്കുന്നില്ല എന്ന്. പക്ഷേ അങ്ങനെ ലേഡി ഹേ പറഞ്ഞിട്ടും അതിനെ എതിർക്കാനൊന്നും വൂക്ക് ശ്രമിക്കുന്നുമില്ല. വൂക്കിനോട് ലേഡി ഹേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹെയ്സു. അപ്പോഴാണ് ഹെയ്സുവിനെ കാണാൻ ഉണ്ണെത്തുന്നത്. ഈ തവണ ഹെയ്സുവിന് കളിക്കാൻ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ടാണ് ഉണ്ണെത്തിയത്. അതെല്ലാം ഹെയ്സുവിനെ എടുത്ത് കാണിച്ചിട്ട് നമുക്കിതുമായിട്ട് കളിക്കാമെന്നൊക്കെ പറയുന്നു. നിനക്ക് ഇത്രയും പ്രായമൊക്കെ ആയതല്ലേ, ഇപ്പോഴും നീ കളിച്ച് നടക്കുകയാണോ എന്നൊക്കെ ഹെയ്സു ഉണ്ണിനോട് ചോദിക്കുന്നുണ്ട്. ഇത്രയും കളിപ്പാട്ടങ്ങൾ കൊണ്ടു തന്നിട്ടും നിനക്കെന്താ സന്തോഷമൊന്നും ആകാത്ത, എന്താ നിന്റെ പ്രശ്നമെന്നൊക്കെ ഹെയ്സുവിനോട് ഉണ്ണി ചോദിക്കുന്നു. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കില്ല എന്നൊക്കെ ഹെയ്സു പറയുന്നുണ്ട്. പക്ഷെ പറയുകയാണ്, ഞാൻ ഇവിടുത്തെ രാജകുമാരനാണ്, അതുകൊണ്ട് തന്നെ എന്ത് കാര്യമാണെങ്കിലും എന്നോട് പറ, ഏതൊരു കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ടാക്കി തരാമെന്ന്. നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ഹെയ്സു ഉണ്ണിനോട് ചോദിക്കുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ഭയങ്കര നാണം കുടുങ്ങി പറയുകയാണ്, വൂക്കിനെ പോലെയൊക്കെ കല്യാണം കഴിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടെന്ന്. ഹെയ്സു ചോദിക്കുന്നു, നിന്റെ ഭാര്യയ്ക്ക് ഒരസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നീ ആ ഭാര്യനെ ഉപേക്ഷിച്ച് വേറൊരാളെ വിവാഹം കഴിക്കുമോ എന്ന്. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ പറയുകയാണ്, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ അച്ഛൻ ഒരുപാട് വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരാളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന്. എല്ലാവരും നിന്നെപ്പോലെ ആയിരുന്നെങ്കിൽ വളരെയധികം നന്നായേനെ എന്നൊക്കെ ഹെയ്സുവും പറയുന്നു. അത് കേൾക്കുമ്പോൾ ഉണ്ണിന് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. വാങ്സോയുടെ കയ്യിൽ നിന്നും ഹെയ്സുവിന് ലഭിച്ചിരുന്ന ആ ഒരു ഹെയർ പിൻ ചെയ്യുടെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുകയാണ്. ചെയ്യോടത് വാങ്സോയുടെ റൂമിൽ വെക്കാൻ ഹെയ്സു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യത് വെച്ച് കഴിയുമ്പോൾ അവിടെ വെക്കണ്ട, വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കാന്നൊക്കെ ഓർത്ത് പല സ്ഥലത്തായിട്ട് അത് വെക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് യോൻ ആ റൂമിലേക്ക് കയറി വരുന്നത്. യോൻ എത്തുമ്പോൾ ചെയ്യുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഹെയർ പിൻ ശ്രദ്ധിക്കുന്നു. മാത്രമല്ല ആ റൂമിലുണ്ടായിരുന്ന ഒരു പെട്ടി തുറന്നിരിക്കുന്നതും യോൻ ശ്രദ്ധിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് യോൻ ചെയിനെ കെട്ടിയിട്ട് അടിക്കുന്നതാണ്. വാങ്സോയുടെ ആ ഒരു ഹെയർ പിൻ ചെയ് ഇപ്പോൾ മോഷ്ടിച്ചതാണെന്നുള്ള രീതിയിലാണ് ചെയിനെ യോൻ ഉപദ്രവിക്കുന്നത്. ഹെയ്സു ഉണ്ണിനോട് സംസാരിച്ചിട്ട് നടന്നു വരുമ്പോഴാണ് ചെയിനെ ഇങ്ങനെ തല്ലുന്നതെല്ലാം കാണുന്നത്. അപ്പോൾ തന്നെ യോൻ്റെ അടുത്ത് വന്നിട്ട് എന്തിനാണ് ഇവളെ തല്ലുന്നതെന്നൊക്കെ അന്വേഷിക്കുന്നു. കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ചെയിനെ തല്ലുന്നത് തടഞ്ഞുകൊണ്ട് ഹെയ്സു പറയുകയാണ്, ഇവളെ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്, അതുകൊണ്ട് തന്നെ ശിക്ഷ ഏറ്റുവാങ്ങുന്നതും ഞാനായിരിക്കും, അവളെ ഇനി തല്ലേണ്ടതെന്ന്. അപ്പോഴാണ് അതിലെ പ്രിൻസ് എല്ലാം നടന്നു പോകുന്നത്. അവരങ്ങനെ നടന്നു പോകുമ്പോൾ ഹെയ്സും യോനും അവിടെ നിൽക്കുന്നതെല്ലാം ശ്രദ്ധിക്കുന്നു.
ചെയിനെ അഴിച്ചുവിട്ടിട്ട് ചെയ്ക്ക് കൊടുക്കാനിരുന്ന ശിക്ഷ എനിക്ക് തന്നാൽ മതിയെന്നൊക്കെ ഹെയ്സ് പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ യോന് വളരെയധികം സന്തോഷമാകുന്നു. ചെയിനെ അഴിച്ചുവിട്ടിട്ട് ഹെയ്സുവിനെ കെട്ടിയിടാനോ ഹെയ്സുവിനെ ഞാൻ തന്നെ തല്ലിക്കോളാമെന്നും യോൻ പറയുന്നു. അത് കാണുമ്പോൾ തന്നെ യോൻ വളരെയധികം വേദനിപ്പിച്ചായിരിക്കും തല്ലുന്നത്. എങ്ങനെയാലും ഹെയ്സുവിനെ രക്ഷിക്കാനൊക്കെ വൂക്കിനോട് ഊൺ പറയുന്നുണ്ട്. ജെങ്ങും ഹെയ്സുവിൻ്റെ കാര്യം ഓർത്തിട്ട് വിഷമാവുന്നു. അവളെ ഒന്ന് തടയാനൊക്കെ വൂക്കിനോട് പറയുന്നുണ്ട്. പക്ഷേ വൂക്ക് അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഹെയ്സുവിനെ യോൻ തല്ലുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ തല്ലുമ്പോൾ വൂക്കിനാണ് ശരിക്കും വേദനിക്കുന്നത്. വീണ്ടും ഹെയ്സുവിനെ തല്ലുമ്പോൾ ഉണ്ണിനും ജെങ്ങിനും ഒക്കെ വിഷമാകുന്നുമുണ്ട്. മൂന്നാമതായിട്ട് അടിക്കാൻ തുടങ്ങുമ്പോൾ വാങ്സോ യോനെ തടയുന്നു. അങ്ങനെ വാങ്സോ യോനെ തടഞ്ഞു കഴിയുമ്പോൾ ഹെയ്സു നിന്റെ ആരാ, നീ എന്തിനാ എന്നെ തടഞ്ഞതെന്നൊക്കെ യോൻ ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് വാങ്സോ പറയുകയാണ് അവൾ എൻ്റേതാണ് എന്ന്. അത് കേട്ട് കഴിയുമ്പോൾ എല്ലാവരും തന്നെ ഞെട്ടുന്നുണ്ട്. യോനും ഹെയ്സുവും വൂക്കും അങ്ങനെ എല്ലാവരും. അതിനുശേഷം ഹെയ്സുവിനെ ഇനി തല്ലരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണു ഓടി വരുന്നു. ഇവനും ഇവളുടെ കൂടെ ആണോ എന്നുള്ള രീതിയിൽ യോൻ നോക്കുമ്പോഴത്തേക്കുമാണ് അടുത്ത ആൾ എത്തുന്നത്. ഹെയ്സുവിൻ്റെ കയ്യിലെ കെട്ടെല്ലാം അഴിച്ചുവിടാൻ വൂക്കും പറയുന്നു. അതിനുശേഷം ചെയിനെയും കൂട്ടിക്കൊണ്ട് ഹെയ്സ് പോകുന്നു. ചെയ് അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ബുണിനെ നോക്കുന്നുണ്ട്. പക്ഷേ ബുൺ ചെയിനെ കണ്ടില്ല എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നു. യോൻ ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് യോ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഹെയ്സുവിന് ഭയങ്കര വേദനയൊക്കെ എടുത്തു കാണും. ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജങ് തടഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ പറയുന്നു. എല്ലാവരും പോയി കഴിഞ്ഞിട്ടും വാങ്സോ പോയിട്ടുണ്ടായിരുന്നില്ല. വാങ്സോ കൈയെല്ലാം നീട്ടി നിൽക്കുന്നത് കാണുമ്പോൾ യോൻ ആ ഹെയർ പിൻ തിരിച്ചു കൊടുക്കുന്നു. നീ ഇതെല്ലാം വെറുതെ ചെയ്യുന്നതല്ലേ, അല്ലാതെ നിനക്ക് അവളോട് ഇഷ്ടമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് യോൻ വാങ്സോയോട് ചോദിക്കുന്നുണ്ട്. അവൾ എൻ്റേതാണെന്ന് ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതായിരുന്നു എന്ന് വാങ്സോ യോനോട് പറയുന്നു. അത് കേൾക്കുമ്പോൾ യോന് വളരെയധികം ദേഷ്യമാകുന്നുണ്ട്. വാങ്സോ നടന്നു ചെല്ലുമ്പോൾ വാങ്സോനെ കാത്ത് വൂക്ക് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ വൂക്ക് പറയുകയാണ്, നിനക്കെന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചതാണ്. ഇവിടെയുള്ളതൊന്നും നിൻ്റേതല്ല. അതിപ്പം ഹെയ്സു ആയാലും യോനായാലും. അതിനുശേഷം വൂക്ക് പറയുന്നു, ഇവിടെ ഉള്ളവരെല്ലാം എൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലെയൊന്നും നീ പെരുമാറരുത്. അന്ന് രാത്രി ഹെയ്സു കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ വൂക്ക് വാതിലിന് വെളിയിൽ വന്നിട്ട് നിനക്കുള്ള മരുന്നെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ഒന്നും മിണ്ടാതെ വൂക്ക് പോവുകയും ചെയ്യുന്നു. വൂക്ക് പോയല്ലോ എന്ന് വിചാരിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹെയ്സു അവിടെ മരുന്നൊന്നും കാണുന്നില്ല. വൂക്കിനെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴാണ് വൂക്ക് പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഹെയ്സ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വൂക്ക് ഹെയ്സുവിനുള്ള മരുന്നെല്ലാം കൊടുക്കുന്നു. ഹെയ്സുവിനോട് ക്ഷമയെല്ലാം ചോദിച്ചിട്ട് വൂക്ക് പറയുകയാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഇന്ന് സംഭവിച്ചത്. എന്തായാലും ഇനി ഇങ്ങനെ ഒന്നും ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ നിനക്ക് വാക്ക് തരാമെന്ന്. ഹെയ്സ് പറയുകയാണ്, ഇതായിരുന്നോ ഗോറിയോ? ഇവിടെയുള്ള ആളുകൾക്ക് പരസ്പരം ഒരു ബഹുമാനവും ഇല്ല. മാത്രമല്ല മൃഗങ്ങളോടൊക്കെ പെരുമാറുന്നത് പോലെയാണ് മനുഷ്യരോട് ഇവരെല്ലാവരും പെരുമാറുന്നത്. വൂക്ക് ഹെയ്സുവിനോട് പറയുകയാണ്, എനിക്കിന്ന് ഇതൊന്നും നിർത്താൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ നിനക്ക് ഒരു കാര്യം വാക്ക് തരാം, ഇനി ഒരിക്കലും ഗോറിയോയിലെ ആരും ഇങ്ങനെയൊന്നും ആരോടും പെരുമാറില്ല എന്ന്. അത് കേട്ട് കഴിയുമ്പോൾ ഹെയ്സുവിന് സമാധാനമാകുന്നു. പിന്നീട് ലേഡി ഹെയിനെ കുറിച്ച് ഓർക്കുന്നത് കൊണ്ട് തന്നെ ഹെയ്സുവിൻ്റെ തോളിലുണ്ടായിരുന്ന വൂക്കിൻ്റെ കൈയെല്ലാം ഹെയ്സു തട്ടി മാറ്റുന്നു. ഹെയ്സു ഓരോന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് വാങ്സോ പിറകിൽ വന്നത്. ഹെയ്സു അറിയാതെ വാങ്സോയ്ക്കിട്ട് ഇടിച്ചു കഴിയുമ്പോൾ വാങ്സോ ആണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ വേദന എടുക്കുന്നു എന്നൊക്കെ ഹെയ്സു പറയുന്നു. അതിന് ഞാനല്ലോ നീയല്ലേ വന്ന് ഇടിച്ചതെന്ന് വാങ്സോ പറയുമ്പോഴത്തേക്കും വേദനിക്കുന്നില്ല എന്നൊക്കെ ഹെയ്സു തിരിച്ചു പറയുന്നു. അതിനുശേഷം ഹെയ്സ് പറയുകയാണ്, ഞാൻ നിൻ്റെയാണെന്നൊക്കെ എന്തിനാണ് പറഞ്ഞത്? ഞാനതിന് മൃഗമോ വസ്തുവോ ഒന്നും അല്ലല്ലോ, ഞാനൊരു മനുഷ്യനല്ലേ എന്ന്. അത് കേട്ട് കഴിയുമ്പോൾ വാങ്സോ പറയുന്നു, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് നന്ദിയാണ് പറയേണ്ടത്. ഞാനാണ് നിന്നെ അവളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. അതുകൊണ്ട് നന്ദി പറയുന്നതിന് പകരം എന്നെ കുറ്റപ്പെടുത്തുകയാണോ ചെയ്യുന്നതെന്നൊക്കെ. ഇത്രയും കാലം നിങ്ങൾ എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് നടന്നതല്ലേ, ഇപ്പം എന്നെ രക്ഷിക്കുന്നതിനെ കുറിച്ചാണോ പറയുന്നതെന്നൊക്കെ ഹെയ്സ് ചോദിക്കുന്നു. പിന്നീട് എന്തായാലും എന്നെ രക്ഷിച്ചതല്ലേ, നന്ദിയുണ്ടെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. നിനക്ക് എവിടെ നിന്നാണ് ആ ഹെയർ പിൻ കിട്ടിയതെന്ന് വാങ്സോ ഹെയ്സുവിനോട് ചോദിക്കുന്നു. അന്ന് കുളിക്കുന്നിടത്തു നിന്നും കിട്ടിയതാണെന്ന് ഹെയ്സുവും പറയുന്നു. അന്നു മുതൽ ഞാൻ അത് തിരിച്ചു കൊണ്ടുവരാനാണ് നോക്കിയത്. പക്ഷെ അപ്പോഴെല്ലാം നിങ്ങളെന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയല്ലേ ചെയ്തത്. അതുകൊണ്ടാണ് തരാൻ ഇത്രയും വൈകിയതെന്നും ഹെയ്സ് പറയുന്നു. നിനക്കെന്നെ കണ്ടിട്ട് പേടിയൊന്നും ആകുന്നില്ലേ എന്ന് ഹെയ്സുവിനോട് വാങ്സോ ചോദിക്കുന്നു. ഞാൻ എന്തിനാണ് പേടിക്കുന്നതെന്ന് ഹെയ്സു തിരിച്ചും പറയുന്നു. ഞാൻ നിൻ്റെയാണെന്നൊന്നും ഇനി പറയരുതെന്ന് ഹെയ്സ് വാങ്സോയോട് പറയുന്നു. എന്നാൽ ഇനി മുതൽ നീ എൻ്റെ ആളാണെന്ന് ഞാൻ പറഞ്ഞോളാമെന്ന് വാങ്സോ പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ഹെയ്സുവിന് അതും ഇഷ്ടമാകുന്നില്ല. ജങ് പതിവ് പോലെ തന്നെ സാധാരണക്കാരുടെ വേഷമെല്ലാം ഇട്ട് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ ജങ് ആരാണെന്ന് അറിയാവുന്ന കുറച്ച് ആളുകളെല്ലാം വന്ന് ജങ്ങിനെ പിടിച്ചുകൊണ്ട് പോകുന്നു.
ഹെയ്സവും ചെയ്യും അതിൽ നടന്നു വരുമ്പോൾ ജെങ്ങിനെ കൊണ്ടുപോകുന്നതെല്ലാം അവർ ശ്രദ്ധിക്കുന്നു. അപ്പോൾ തന്നെ ഹെയ്സു ചെയ്യോട് എത്രയും വേഗം വൂക്കിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. ഞാൻ എന്തായാലും ജെങ്ങിൻ്റെ പുറകെ പൊയ്ക്കോളാമെന്നും ഹെയ്സു പറയുന്നു. ആ വഴിയിലൂടെ വാങ്സോ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹെയ്സു ഇങ്ങനെ ഓടിപ്പോകുന്നതെല്ലാം വാങ്സോ കാണുന്നുണ്ട്. ഇനി ഇയാൾ എന്തിനാണ് ജെങ്ങിനെ പിടിച്ചോണ്ട് വന്നതെന്ന് വെച്ചാൽ, ഒരു തവണ ഇങ്ങനെ വേഷം മാറി ജെങ് വന്നപ്പം ഇയാളും ജെങ്ങുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാളായിരുന്നു ജയിച്ചിരുന്നത്. അതറിഞ്ഞതുകൊണ്ട് തന്നെ ക്വീൻ ഒട്ടും ഇഷ്ടപ്പെടാതെ ഇയാളുടെ വലത്ത് കൈ ക്വീൻ വെട്ടിമാറ്റുകയുണ്ടായി. പക്ഷേ ജെങ് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഇയാളുടെ കൈ പോകാൻ കാരണം ജെങ്ങാണെന്നും പറഞ്ഞ് ജെങ്ങിൻ്റെ കൈ വെട്ടാനാണ് ഇയാൾ വന്നിരിക്കുന്നത്. അങ്ങനെ ജെങ്ങിൻ്റെ കൈ വെട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു വടിയെല്ലാം എടുത്തിട്ട് ഹെയ്സു ഓടി വരുന്നു. ഹെയ്സു അവിടെ നിൽക്കുന്നത് ആരാണെന്ന് പോലും നോക്കാതെ അവരെല്ലാവരെയും ഓടിച്ചു വിടാനൊക്കെ നോക്കുന്നുണ്ട്. ഹെയ്സുവിൻ്റെ അടുത്തേക്ക് ആരും വരാതിരിക്കാൻ വടിയെല്ലാം വട്ടം കറക്കുകയാണ് ഹെയ്സു. അപ്പോൾ വടിയൊന്നും കൊള്ളാതിരിക്കാൻ ജെങ് വരെ മാറി നിൽപ്പുണ്ട്. യോൻ സന്തോഷത്തോടെ കൂടി തന്നെ അമ്മയോട് പറയുകയാണ്, ഇപ്പോൾ ലേഡി ഹേ ആണെങ്കിൽ ഡിവോഴ്സിനൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും വേഗം വൂക്കിൻ്റെ മറ്റൊരു വിവാഹം കഴിപ്പിക്കണമെന്ന്. പക്ഷെ അങ്ങനെ ലേഡി ഹേനെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ വൂക്കിനൊട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. എന്തായാലും ലേഡി ഹേ ഉള്ളതുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കുന്നതെന്ന് വൂക്കിൻ്റെ അമ്മയും പറയുന്നു. അപ്പോൾ ചെയ് ഓടിയെത്തിയിട്ട് ചെങ്ങിനെ കുറേയധികം ആളുകൾ കാട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. മാത്രമല്ല എത്രയും വേഗം അങ്ങോട്ട് ചെല്ലണം, അല്ലെങ്കിൽ ജെങ്ങിനും ഹെയ്സുവിനും അപകടമാണെന്നും വൂക്കിനോട് പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ വൂക്ക് ഹെയ്സുവിനെ രക്ഷിക്കാനായി പോകുന്നു. ഫൈറ്റ് ചെയ്യാൻ വന്ന എല്ലാ ആളുകളുടെയും നടുക്കായിട്ട് ഹെയ്സുവും ജെങ്ങും നിൽക്കുകയാണ്. അപ്പോൾ ഹെയ്സു പറയുന്നു, നമ്മൾക്കിനി ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ളതാണെന്ന്. അപ്പോൾ ജെങ് ഹെയ്സുവിനോട് പറയുകയാണ്, ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം, എനിക്കെന്തെങ്കിലും സംഭവിക്കാതെ നിനക്കൊന്നും തന്നെ സംഭവിക്കില്ല എന്ന്. അതിനുശേഷം അവരെല്ലാവരും കൂടി ജെങ്ങിനെ തല്ലുകയാണ്. ഹെയ്സുവിന് തടി കൊള്ളാതിരിക്കാൻ ജെങ് ഹെയ്സുവിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹെയ്സുവിനോട് ചെങ്ങ് പറയുകയാണ്, നിനക്കൊരു അപകടവും വരില്ല, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന്. അത് കേട്ട് കഴിയുമ്പോൾ ഹെയ്സു പറയുകയാണ്, ആരെയാണ് ശരിക്കും സംരക്ഷിക്കുന്നതെന്ന്. അങ്ങനെ ഇനി ഒരു വഴിയുമില്ലെന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് വൂക്ക് എത്തുന്നത്. വൂക്കിനെ കാണുമ്പോഴേ ഹെയ്സുവിനും ചെങ്ങിനും സന്തോഷമാകുന്നു. പിന്നീട് വൂക്കും അവരുമായിട്ടുള്ള ഒരു ഫൈറ്റാണ് നടക്കുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ വൂക്ക് തല്ലി തോൽപ്പിക്കുന്നു. പക്ഷെ അപ്പോഴാണ് എവിടെ നിന്നറിയാതെ വീണ്ടും കുറേ അധികം ആളുകൾ എത്തുന്നത്. അത്രയും പേരെ കാണുമ്പോൾ തന്നെ വൂക്കിന് കാര്യങ്ങളൊക്കെ കൈവിട്ട് തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. പക്ഷെ അപ്പോഴാണ് അങ്ങോട്ട് വാങ്സോ എത്തുന്നത്. വാങ്സോ ഹെയ്സുവിൻ്റെ പിറകെ വന്നതായിരുന്നു. വാങ്സോനെ കണ്ട് കഴിയുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകളൊക്കെ വളരെയധികം പേടിക്കുന്നു. മാത്രമല്ല വാങ്സോയുടെ അടുത്ത് പൊരുതി നിൽക്കാൻ അവർക്കാർക്കും താല്പര്യമില്ലായിരുന്നു. ധൈര്യമുണ്ടെങ്കിൽ മാത്രം എന്നോട് പൊരുതാൻ വന്നോളൂ എന്നൊക്കെ വാങ്സോ പറയുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകുന്നു. നിനക്ക് വല്ലതും പറ്റുമോ എന്നൊക്കെ വാങ്സോ ചെങ്ങിനോട് ചോദിക്കുമ്പോൾ ചെങ്ങ് പറയുകയാണ്, കൃത്യസമയത്ത് ഹെയ്സ് വന്നതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കൈയൊന്നും എനിക്ക് നഷ്ടപ്പെട്ടില്ല, അല്ലായിരുന്നെങ്കിൽ അവരെൻ്റെ കൈയെല്ലാം വെട്ടിയെടുത്തേനെ എന്ന്. ഹെയ്സുവാണ് എന്നെ രക്ഷിച്ചത്, ഹെയ്സുവിനോട് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ചെങ്ങ് പറയുമ്പോൾ ഹെയ്സുവും നീ വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചെങ്ങിനെ ഹഗ് ചെയ്യുന്നു. ഇപ്പമുള്ളവർ അങ്ങനെയൊക്കെ ഹഗ് ചെയ്യുമെങ്കിലും പണ്ടുള്ളവർ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ. ആ കാര്യം ഹെയ്സു പിന്നീടാണ് ആലോചിച്ചത്. അപ്പോൾ ഹെയ്സു പറയുകയാണ്, എനിക്കവനെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു അനിയനെ പോലെ തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ. അതൊന്നും സാരമില്ല, ഞാൻ ഹെയ്സുവിനെ ചേച്ചിയെന്ന് വിളിച്ചോളാം എന്നൊക്കെ ചെങ്ങും പറയുന്നു. അതിനുശേഷം സാധാരണയായി പറയാറുള്ള പോലെ ഫൈറ്റിംഗ് എന്നൊക്കെ പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ഇവർക്ക് ആർക്കും അതിനെക്കുറിച്ച് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. എന്നാലും ഹെയ്സു കാണിച്ചതുപോലെ തന്നെ ജെങ്ങും പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നു. ഇവർക്ക് രണ്ടാൾക്കും വട്ടാണെന്നുള്ള രീതിയിലായിരുന്നു വാങ്സോ നിന്നിരുന്നത്. പക്ഷേ വൂക്ക് ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു നിന്നിരുന്നത്. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വൂക്ക് വളരെയധികം സ്പീഡിൽ നടന്നു പോകുന്നു. ഹെയ്സു വൂക്കിൻ്റെ ഒപ്പം ഓടിയെത്താനൊക്കെ നോക്കുന്നുണ്ട്. വൂക്കിനെ നിർത്താനായിട്ട് എനിക്ക് കാല് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഹെയ്സു അഭിനയിക്കുന്നു. അപ്പോൾ വൂക്ക് ഓടി വന്നിട്ട് ഹെയ്സുവിനോട് പറയുകയാണ്, ഞാൻ കരുതിയിരുന്നത് എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു എന്നാണ്, എനിക്ക് നിന്നെ ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നാണ്, ഞാൻ ഒരുപാട് പേടിച്ചു പോയി എന്നൊക്കെ. അതിനുശേഷം ഹെയ്സുവിനെ വൂക്ക് കിസ് ചെയ്യാനൊക്കെ വരുന്നു. അപ്പോഴാണ് അതിലെ ആളുകളെല്ലാം നടന്നു പോകുന്ന സൗണ്ട് വൂക്ക് ശ്രദ്ധിക്കുന്നത്. അവരെല്ലാവരും വൂക്കിനെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങിയതായിരുന്നു. അവരുടെ കൂടെ ലേഡി ഹെയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാം എത്തുമ്പോൾ വൂക്ക് അവിടെ നിന്നും പോകുന്നു. ഇങ്ങനെ വേഷം മാറിയൊന്നും വെളിയിൽ പോകുന്നത് നല്ലതല്ല എന്നൊക്കെ വാങ്സോ ചെങ്ങിനോട് പറയുന്നു.
എല്ലാ തവണത്തെ പോലെ ഇന്ന് എനിക്ക് അത്രയ്ക്ക് ഭാഗ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എന്നെ അവരെല്ലാവരും പിടികൂടിയതെന്നൊക്കെ ജങ് പറയുമ്പോൾ നിനക്കല്ല ഭാഗ്യമില്ലാത്തതെന്ന് വാങ്സോയും പറയുന്നു. നീ കാരണം കൈയെല്ലാം നഷ്ടപ്പെട്ടത് അയാൾക്കായിരുന്നു. നീ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നൊക്കെ വാങ്സോ ജങ്ങിനോട് പറയുന്നു. അങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ ജങ്ങിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. ജങ് പറയുകയാണ്, യോ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. നമ്മൾ 3 പേരും ഒരേ അമ്മയുടെ വയറ്റിൽ നിന്നാണ് വന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും അപമാനമായിട്ട് തോന്നുന്നു എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ വാങ്സോയ്ക്ക് ദേഷ്യം വന്ന് വാങ്സോ ജങ്ങിനെ തല്ലുന്നു. അതേ സമയത്തായിരുന്നു ക്വീൻ കയറി വരുന്നത്. ക്വീൻ വാങ്സോനെ പിടിച്ചു മാറ്റിയിട്ട് ജങ്ങിൻ്റെ അടുത്തേക്ക് ഇനി വരരുതെന്നൊക്കെ പറയുന്നു. പക്ഷേ ജങ് പറയുകയാണ്, വാങ്സോ ഒരു തെറ്റും തന്നെ ചെയ്തിട്ടില്ല. ഇന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചതെല്ലാം വാങ്സോ ആയിരുന്നു എന്ന്. ക്വീൻ അതൊന്നും കേൾക്കുന്നില്ല. ഇനി ഒരിക്കലും അബദ്ധത്തിൽ പോലും ജങ്ങിന് മുന്നിലേക്ക് വരരുത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ ഓരോ അബദ്ധമൊക്കെ വരുത്തുമെന്നൊക്കെ ക്വീൻ വാങ്സോയോട് പറയുന്നു. വുക്കിൻ്റെ വിഷമങ്ങളെല്ലാം മറക്കാനായി വുക്ക് കുതിരപ്പുറത്ത് കാട്ടിലൂടെ പോവുകയായിരുന്നു. ഹെയ്സുവിനും ഉറക്കമൊന്നും വരാതെ കട്ടിലിൽ കിടക്കുന്നു. അതേസമയം വാങ്സോ നേരത്തെ തട്ടിക്കളഞ്ഞിരുന്ന കല്ലുകളെല്ലാം പെറുക്കി വയ്ക്കുന്നു. വാഗ്മു രാജാവിനോട് ചോദിക്കുകയാണ്, വാങ്സോ നമ്മുടെ കൂടെ കൊട്ടാരത്തിൽ തന്നെ നിന്നോട്ടെ എന്ന്. ജോയിജിയും വാങ്സോനെ സപ്പോർട്ട് ചെയ്തൊക്കെ പറയുമ്പോഴത്തേക്കും കിങ് പറയുകയാണ്, അടുത്ത രാജാവാൻ പോകുന്ന വാങ്മുവിനെ കൊല്ലാൻ ശ്രമിച്ചതെല്ലാം ക്വീനായിരുന്നു. മാത്രമല്ല യോയ്ക്ക് അടുത്ത രാജാവായാൽ കൊള്ളാമെന്നുമുണ്ട്. കിങ്ങിന് എല്ലാ കാര്യങ്ങളും തന്നെ കൃത്യമായിട്ട് അറിയാം. അത് കേട്ട് കഴിയുമ്പോൾ വാങ്സോ പറയുകയാണ്, എന്നെ അഡോപ്റ്റ് ചെയ്ത ഫാമിലി ഒരിക്കലും എന്നെ ഒരു മകനായിട്ട് കണ്ടിരുന്നില്ല. ഞാൻ എപ്പോഴും അവിടെ ഒരു അഭയാർത്ഥി മാത്രമായിരുന്നു എന്ന്. അത് കേൾക്കുമ്പോൾ രാജാവിന് ഇതെല്ലാം അറിയാമെന്ന് രാജാവും പറയുന്നു. അങ്ങനെ വാങ്സോയുടെയും ചോയിജിയുടെയും വാക്കുകളെല്ലാം കേട്ട് കഴിയുമ്പോൾ രാജാവ് തീരുമാനിക്കുകയാണ് വാങ്സോ ഇനി കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞാൽ മതിയെന്ന്. അത് കേട്ട് കഴിയുമ്പോൾ വാങ്സോയ്ക്കും വാഗ്മോയ്ക്കും ചോയിജിക്കുമൊക്കെ വളരെയധികം സന്തോഷമാകുന്നു. വുക്ക് ഫുഡൊന്നും കഴിക്കാതിരിക്കുകയാണ്. അത് കാണുമ്പോൾ ലേഡി ഹേയും കഴിക്കാതിരിക്കുന്നു. പക്ഷെ വുക്ക് പറയുകയാണ്, നിനക്ക് ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമയത്ത് നീ ആഹാരമെല്ലാം കഴിക്കണമെന്ന്. അപ്പോഴാണ് ഹെയ്സു അങ്ങോട്ട് വരുന്നത്. ഹെയ്സു അവിടെ എത്തിക്കഴിയുമ്പോൾ ലേഡി ഹെ പറയുകയാണ്, ഞാൻ തന്നെയാണ് നിന്നെ വിളിപ്പിച്ചത്. ഇന്ന് നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന്. ഹെയ്സുവിനോട് ലേഡി ഹെ പറയുകയാണ്, ഞങ്ങളെ എല്ലാവരും സഹായിക്കാനായിട്ട് നീയും വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യണമെന്ന്. അതെല്ലാം സന്തോഷത്തോടെ തന്നെ ചെയ്യാമെന്ന് ഹെയ്സുവും പറയുന്നു. ഹെയ്സു കഴിക്കാൻ ഇരുന്ന് കഴിയുമ്പോൾ വുക്ക് എണീറ്റ് പോവുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഹെയ്സു വാങ്സുവിനെ കാണുന്നു. വാങ്സു അന്ന് തട്ടിമറിച്ചിട്ട കല്ലുകളെല്ലാം എടുത്തു വയ്ക്കുകയായിരുന്നു. ഹെയ്സുവിനോട് വാങ്സോ പറയുകയാണ്, ഞാൻ ഇനി കൊട്ടാരത്തിലാണ് താമസിക്കാൻ പോകുന്നതെന്ന്. അത് കേട്ട് കഴിയുമ്പോൾ ഇനി നിങ്ങൾക്കായിട്ടുള്ള ഫുഡൊന്നും ഞാൻ കൊണ്ടുതരണ്ടല്ലോ എന്ന് ഹെയ്സുവും പറയുന്നു. എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. വീട്ടിലെ എല്ലാവരും ഉള്ളിടത്താണ് നമ്മളും താമസിക്കേണ്ടത്. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഫുഡ് കഴിക്കാനും ഉറങ്ങാനും ഒന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നും ഹെയ്സു പറയുന്നു. ഹെയ്സു എന്നിട്ട് വാങ്സോനെ നോക്കുമ്പോൾ വാങ്സോ ഹെയ്സുവിനെ നോക്കുന്നതെല്ലാം ഹെയ്സു ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഹെയ്സു ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ എപ്പോഴും ഇങ്ങനെയൊക്കെ നോക്കുന്നതെന്ന്. അതിന് മറുപടിയായി വാങ്സോ പറയുന്നു, നീയല്ലേ പറഞ്ഞത് നിനക്കെന്നോട് പേടിയില്ലാന്ന്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കുന്നതെന്ന്. അപ്പോൾ ഹെയ്സ് പറയുകയാണ്, എനിക്ക് നിങ്ങളെയല്ല പേടി, മറിച്ച് എന്നെ തന്നെയാണെന്ന്. എന്തായാലും ഗോറിയോയിലെ ഈ ഒരു ആകാശം കാണുമ്പോൾ ഒത്തിരി നക്ഷത്രങ്ങളെ എനിക്ക് കാണാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ഹെയ്സു ആകാശത്ത് നോക്കി നിൽക്കുന്നു. അപ്പോൾ ഗോറിയോയിൽ മഞ്ഞെല്ലാം വീഴാൻ തുടങ്ങുകയാണ്. അങ്ങനെ മഞ്ഞ് വീഴുന്നതെല്ലാം കണ്ട് സന്തോഷിച്ച് ഹെയ്സു നിൽക്കുന്നു. ഹെയ്സുവിനെ തന്നെയാണ് വാങ്സോയും നോക്കിയിരുന്നത്. അതിനുശേഷം ഹെയ്സു വാങ്സോനെ നോക്കുമ്പോൾ ഹെയ്സിനെ വാങ്സോ നോക്കുന്നതായിട്ട് ഹെയ്സു ശ്രദ്ധിക്കുന്നു. അങ്ങനെ അവർ പരസ്പരം നോക്കിയതിന് ശേഷം മുഖമെല്ലാം മാറ്റിയിട്ട് മഞ്ഞ് വീഴുന്നത് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു. വുക്കും റൂമിന് വെളിയിൽ നിന്ന് മഞ്ഞ് വീഴുന്നതെല്ലാം കാണുന്നു. ഹെയ്സു മഞ്ഞ് നോക്കിയും ഹെയ്സുവിനെ വാങ്സോ നോക്കിയും നിൽക്കുന്നു. കിങ് ടൈജോ പൂർവികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെല്ലാം നടത്തുകയായിരുന്നു. കിങ് ടൈജോ വരുന്നതും കാത്ത് എല്ലാ പ്രിൻസും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ കൂടെ വാങ്സോയും ഉണ്ടായിരുന്നു. പക്ഷെ വാങ്സോനെ കാണുമ്പോൾ ക്വീൻ ഒട്ടും ഇഷ്ടമാകുന്നില്ല. വാങ്സോ കൊട്ടാരത്തിലാണെങ്കിലും ചോയിജിയുടെ കൂടെ താമസിക്കാനാണ് തീരുമാനിച്ചത്. നിനക്ക് കൊട്ടാരത്തിനകത്ത് വന്നിരിക്കുന്ന റൂമിൽ താമസിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ വാങ്സോയോട് ചോയിജി ചോദിക്കുമ്പോൾ വാങ്സോ പറയുകയാണ്, അവിടെ നിന്നാൽ എനിക്ക് നക്ഷത്രങ്ങളൊന്നും കാണാൻ സാധിക്കില്ല എന്ന്. അതിനുശേഷം ഗോറിയോല നക്ഷത്രങ്ങളെല്ലാം കാണുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നതെന്ന് ഹെയ്സു വാങ്സോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓർത്ത് വാങ്സോ ചിരിക്കുകയും ചെയ്യുന്നു. ഹെയ്സുവിന് മെഡിസിനെല്ലാം യൂസ് ചെയ്യുന്ന ഹെർബ്സിനോട് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വുക്ക് ഒരുപാട് മെഡിസിനൽ ഹെർബ്സൊക്കെ ഹെയ്സുവിന് വേണ്ടി കൊണ്ടു കൊടുക്കുന്നു. അത് ലേഡി ഹെ തന്നെയാണ് ഹെയ്സുവിന് കൊടുക്കുന്നത്.
ഇതെല്ലാം കൊണ്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ലേഡി ഹേ ഹെയ്സുവിനോട് ചോദിക്കുന്നു. ഞാനിത് വെച്ച് സോപ്പ് ഉണ്ടാക്കുമെന്നൊക്കെ ലേഡി ഹേയോട് ഹെയ്സു പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ എന്താണ് അതെന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഹെയ്സു പറയുകയാണ് അതുപയോഗിച്ച് ലേഡി ഹേയ്ക്കും ക്വീനും എല്ലാം കുളിക്കാൻ സാധിക്കുമെന്ന്. ഹെയ്സും ചെയ്യും പിന്നെ ഒരുപാട് സെർവൻസും എല്ലാവരും കൂടിയിട്ടാണ് ഈ സോപ്പെല്ലാം ഉണ്ടാക്കുന്നത്. ഹെയ്സ് തന്നെയാണ് ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. അതൊക്കെ കണ്ട് അവരും അതുപോലെ ചെയ്യുന്നു. ഹെയ്സും അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കുന്നത് അകലിൽ നിന്നും വൂക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഹെയ്സ് വളരെ സന്തോഷമാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നതെന്ന് കാണുന്നത് കൊണ്ട് തന്നെ വൂക്കിനും സന്തോഷമാകുന്നു. അങ്ങനെ വൂക്ക് ഹെയ്സുവിനെയൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ലേഡി ഹേ എത്തുന്നത്. ലേഡി ഹേയും ഹെയ്സുവിനെ നോക്കുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം പറയുകയാണ് അവളിപ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ആ ഒരു അപകടത്തിന് ശേഷം അവൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് ലേഡി ഹേ പറയുന്നു. എന്തായാലും ഹെയ്സുവിന് പ്രായം മുന്നോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവൾക്ക് വേണ്ടി നല്ലൊരു ഹസ്ബൻഡിനെ കണ്ടുപിടിക്കണമെന്നൊക്കെ ലേഡി ഹേ പറയുമ്പോൾ വൂക്കിൻ്റെ മുഖമൊക്കെ ആകെ മാറുന്നുണ്ട്. അപ്പോൾ വൂക്ക് പറയുകയാണ് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അവളിവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ നന്നായി തന്നെ അവളെ നോക്കിക്കോളാമെന്ന്. ബുക്ക് പോയതിന് ശേഷം ബുക്ക് നിന്നിടത്ത് നിന്ന് ലേഡി ഹേ ഹെയ്സുവിനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി ലേഡി ഹേ ഹെയ്സുവിനെ ലൈബ്രറിയിലേക്ക് വിളിപ്പിക്കുന്നു. പക്ഷെ അവിടെ എത്തിയതിന് ശേഷമാണ് അവിടെ ലേഡി ഹേ ഉണ്ടായിരുന്നില്ല, മറിച്ച് ബുക്ക് മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഹെയ്സു മനസ്സിലാക്കിയത്. ലേഡി ഹേ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹെയ്സ് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ബുക്ക് പറയുകയാണ് അവിടെയുള്ള ഇങ്കെല്ലാം എനിക്ക് എഴുതാനായിട്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് തരാൻ. ബുക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് വൂക്കിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഹെയ്സ് ശ്രദ്ധിക്കുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് വൂക്ക് എഴുതുന്നതെന്നൊക്കെ ഓർത്ത് ഹെയ്സു അത് ശ്രദ്ധിച്ചിരിക്കുന്നതെല്ലാം വൂക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു ചൈനീസ് പോയറ്റ് എഴുതിയിട്ടുള്ള ഒരു പോയമാണെന്നൊക്കെ ഹെയ്സുവിനോട് വൂക്ക് പറയുന്നു. ഞാൻ എപ്പോഴും ലേഡി ഹേയ്ക്ക് കത്തെല്ലാം എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ഓരോ പോയിംസും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അവൾക്കതെല്ലാം വളരെ ഇഷ്ടമാണെന്നും വൂക്ക് പറയുന്നു. ഹെയ്സുവിനോട് പോയംസ് ആണോ സോങ്സ് ആണോ കൂടുതൽ ഇഷ്ടമെന്നൊക്കെ വൂക്ക് ചോദിക്കുന്നു. ഹെയ്സ് സോങ്സ് ആണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് എല്ലാ ലേഡീസിനും ഇഷ്ടം പോയംസ് ആണല്ലോ എന്ന് വൂക്ക് പറയുമ്പോൾ എന്നാൽ എനിക്കും പോയംസ് ആണ് ഇഷ്ടമെന്നൊക്കെ പറയുന്നു. എന്നാൽ ഞാൻ നിനക്കൊരു പോയം എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് വൂക്ക് ഹെയ്സുവിന് ഒരു പോയം എല്ലാം എഴുതി കൊടുക്കുന്നു. ഹെയ്സ് ലൈബ്രറിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ അതെല്ലാം തുറന്നു നോക്കുന്നു. പക്ഷെ അതിലെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ ഇതിലുള്ളതൊന്നും എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ എന്നായിരുന്നു ഹെയ്സ് ഓർത്തത്. അപ്പോഴാണ് അതിലെ ചൈ പോകുന്നത് ഹെയ്സ് ശ്രദ്ധിച്ചത്. ചൈയോട് ഇവിടെ വരാനൊക്കെ ഹെയ്സ് പറയുന്നു. അതിനുശേഷം ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ചൈ പറയുകയാണ് എനിക്ക് എൻ്റെ പേര് മാത്രമേ വായിക്കാൻ അറിയുള്ളൂ എന്ന്. ഹെയ്സു ആ പോയമെല്ലാം തുറന്നു വെച്ചിട്ട് ഓർക്കുകയാണ് എൻ്റെ നാട്ടിൽ എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും ഇവിടെ വരുമ്പോൾ ഇവരുടെ ഈ എഴുത്ത് കണ്ടിട്ട് എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ലല്ലോ എന്ന്. എന്തായാലും ഈ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൽ എഴുതിയിരിക്കുന്നതും വളരെ ഭംഗിയുള്ളതായിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഹെയ്സു. ഹെയ്സു അങ്ങനെ അതും നോക്കിയിരിക്കുമ്പോഴാണ് ബേക്ക എത്തിയിട്ട് നിനക്ക് വായിക്കാൻ അറിയില്ല എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഹെയ്സു പറയുന്നു എനിക്ക് വായിക്കാനൊക്കെ അറിയുന്നതായിരുന്നു, പക്ഷെ അന്ന് എൻ്റെ തലയിടിച്ചതിന് ശേഷം ഞാനതെല്ലാം മറന്നുപോയി എന്ന്. എന്തായാലും ഞാൻ നിനക്ക് വേണ്ടി ഇത് വായിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ബേക്ക അതെടുത്ത് വായിക്കുന്നു. അങ്ങനെ ബേക്ക അത് വായിച്ച് കേൾപ്പിക്കുകയാണ്. അതിൽ പുഴയെക്കുറിച്ചും സൂര്യനെക്കുറിച്ചൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് അവസാനത്തെ ലൈനിൽ എത്തുമ്പോഴത്തേക്കും ബേക്ക വായിക്കുന്നത് നിർത്തുന്നു. പക്ഷെ അപ്പോൾ ലേഡി ഹേ വന്നിട്ട് ആ പോയത്തിൻ്റെ ബാക്കിയുള്ള ലൈൻസ് എല്ലാം പറയുന്നു. നിനക്ക് ഈ പോയം എന്തിനെക്കുറിച്ചാണെന്ന് മനസ്സിലായോ എന്നൊക്കെ ലേഡി ഹേ ഹെയ്സുവിനോട് പറയുമ്പോൾ മരങ്ങളെക്കുറിച്ചും പുഴയെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ പ്രകൃതിയെ വർണ്ണിക്കുന്ന ഒരു സോങ് ആണെന്നൊക്കെ ഹെയ്സുവും പറയുന്നു. നിനക്ക് ഈ പോയം ആരാണ് തന്നതെന്ന് ബേക്ക ഹെയ്സുവിനോട് ചോദിക്കുമ്പോൾ എനിക്ക് 8th പ്രിൻസ് ആയിട്ടുള്ള ബുക്കാണിത് തന്നതെന്ന് ഹെയ്സുവും പറയുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ ലേഡി ഹേനെയാണ് ബേക്ക നോക്കുന്നത്. പക്ഷെ ലേഡി ഹേയുടെ മുഖത്ത് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ബേക്ക പറയുകയാണ് ശരിക്കും നിനക്ക് വായിക്കാനൊന്നും അറിയില്ല എന്ന്. അപ്പോഴറിയില്ല എന്ന് ഹെയ്സും പറയുന്നു. അറിയാമെങ്കിൽ ഞാൻ എന്തിനാണ് ഒന്നും അറിയത്തില്ലാത്ത പോലെ അഭിനയിക്കുന്നതെന്നും ഹെയ്സ് പറയുന്നു. അപ്പോൾ ലേഡി ഹേ പറയുകയാണ് ബുക്ക് നിനക്ക് നല്ലൊരു പോയം തന്നെയാണ് തന്നത്, അതുകൊണ്ട് തന്നെ നീ വൂക്കിനോട് നന്ദിയെല്ലാം പറയണമെന്ന്. നാളെ നമ്മൾ പാലസ് വരെ പോകുന്നുണ്ട്, അവിടെ നമ്മൾ ക്വീനെയും കാണും. നീ നിർമ്മിച്ച സോപ്പെല്ലാം നമുക്ക് ക്വീന് കൊടുക്കാമെന്നും ലേഡി ഹേ പറയുന്നു. അതിനുശേഷം ബേക്കയുടെ കയ്യിൽ നിന്നും ആ പോയമെല്ലാം മേടിച്ചിട്ട് ഹെയ്സ് പോകുന്നു. ഹെയ്സ് പോയി കഴിയുമ്പോൾ എന്താണ് വൂക്കിനിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ബേക്ക ലേഡി ഹേയോട് ചോദിക്കുന്നു. അപ്പോൾ ലേഡി ഹേ പറയുകയാണ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, നല്ലൊരു പോയമല്ലേ എഴുതി കൊടുത്തതെന്ന്. അപ്പോൾ ബേക്ക പറയുകയാണ്
അത് പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടുള്ള പോയമല്ല, മറിച്ച് ലവിനെ കുറിച്ചാണെന്നൊക്കെയുള്ള കാര്യം എനിക്കറിയാമെന്ന്. ആ പോയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വരികളായിരുന്നില്ല അതിൻ്റെ അവസാനം എഴുതിയിരുന്നത്. അത് വൂക്ക് ഹേസുവിനോട് പ്രണയം തുറന്നു പറയാനായിട്ട് എഴുതിയ പോയമാണെന്നൊക്കെ ബേക്ക ലേഡി ഹേയോട് പറയുന്നു. ലേഡി ഹേ ഇതെല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ പെരുമാറുവാണെന്നുള്ള കാര്യം ബേക്കായ്ക്ക് മനസ്സിലാകുന്നു. ലേഡി ഹേ ഒന്ന് മാത്രമേ ബേക്കായോട് ആവശ്യപ്പെട്ടുള്ളൂ. നീ എൻ്റെ ഒരു ചിത്രം വരയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് എത്രയും വേഗം നീ തീർക്കണമെന്ന്. ബുക്ക് എഴുതിയ ആ ഒരു പോയോ നോക്കി കിടക്കുകയായിരുന്നു ഹെയ്സു. ഇനി ഞാനറിയാത്ത മറ്റേതെങ്കിലും അർത്ഥം ഇതിനുണ്ടോ എന്നൊക്കെ ഹെയ്സു ഓർക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല എന്നൊക്കെ ഓർത്ത് ഹെയ്സു കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് ബുക്കും ലേഡി ഹേയും ഹെയ്സുവും കൂടി പാലസിലേക്ക് പോവുകയായിരുന്നു. ഹെയ്സു വഴിയിലെ കാഴ്ചകളെല്ലാം കണ്ട് ആളുകളെ കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. ബുക്കും ഹെയ്സുവിനെ തന്നെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. രണ്ട് ക്വീനും കൂടി സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ലേഡി ഹേയും വൂക്കും ഹെയ്സുവും കൂടി വരുന്നത്. വൂക്കിൻ്റെ അമ്മയായിട്ടുള്ള ക്വീനിന് ഹെയ്സുവിനെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ വാങ്സോയുടെ അമ്മയ്ക്ക് ഹെയ്സുവിനെ അത്രയ്ക്കൊന്നും ഇഷ്ടമാകുന്നില്ല. നീയല്ലേ ഉണ്ണിനെ തല്ലിയതെന്നൊക്കെ ഹെയ്സുവിനോട് ചോദിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ ക്വീനെ കാണാൻ വന്നത് ക്വീൻ ഒരു ഗിഫ്റ്റ് തരാനാണെന്ന് പറഞ്ഞിട്ട് ഹെയ്സു കയ്യിലുണ്ടായിരുന്ന ഒരു ബോക്സ് സോപ്പൊക്കെ ക്വീന് കൊടുക്കുന്നു. അത് കാണുമ്പോൾ ക്വീന് വളരെയധികം ഇഷ്ടമാകുന്നുണ്ട്. അങ്ങനെ ഹെയ്സു അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഹെയ്സുവിന് എന്താണ് ശരിക്കും പറയേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഹെയ്സു സംസാരിക്കുന്നത് കാണുമ്പോൾ വൂക്കെല്ലാം ചിരിക്കുന്നുമുണ്ട്. അങ്ങനെ വൂക്ക് കഷ്ടപ്പെട്ട് ചിരിയെല്ലാം ഒതുക്കി നിർത്താൻ നോക്കുന്നത് ക്വീൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. യോടെ അമ്മയായിട്ടുള്ള ക്വീനും സോപ്പെല്ലാം ഹെയ്സു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ക്വീൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറുന്നുണ്ട്. അങ്ങനെ സോപ്പെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ക്വീനും സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ക്വീൻ അധികം ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. ബുക്കിൻ്റെയും ലേഡി ഹേയുടെയും വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കുറേ കൊല്ലങ്ങളായെങ്കിലും അവർക്കിതുവരെ മക്കളൊന്നും ആയില്ലല്ലോ എന്ന് പറയാനും ക്വീൻ മറക്കുന്നില്ല. അപ്പോഴാണ് കിങ് ടൈജോ എത്തുന്നത്. ഒരു കിങ്ങിനെയൊക്കെ ഹെയ്സു ആദ്യമായിട്ടായിരുന്നു നേരിട്ട് കാണുന്നത്. ഇതിനു മുമ്പിൽ സിനിമയിലും സീരീസിലൊക്കെ ആയിരുന്നു കിങ് ടൈജോനെ ഹെയ്സു കണ്ടിട്ടുള്ളത്. ഹെയ്സു അങ്ങനെ കിങ്ങിനെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് കിങ് പറയുന്നത്, ഇവളല്ലേ ഉണ്ണുമായിട്ട് അടി കൂടിയതെന്നൊക്കെ. ബുക്ക് ഹെയ്സുവിനെ രക്ഷിക്കാനായി ഓരോന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ കിങ് അതൊന്നും കേൾക്കുന്നില്ല. ഹെയ്സു പെട്ടെന്ന് തന്നെ മുട്ടിലെല്ലാം വീണ് കിങ്ങിനോട് ക്ഷമ ചോദിക്കുന്നു. നിനക്കെന്നെ കണ്ടിട്ട് പേടിയൊന്നും ആകുന്നില്ല എന്നൊക്കെ കിങ് ഹെയ്സുവിനോട് ചോദിക്കുമ്പോൾ ഹെയ്സു പറയുകയാണ്, നിങ്ങൾ വളരെ നല്ല ഒരു കിങ്ങാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയൊന്നും ഇല്ല എന്ന്. അപ്പോഴേ കിങ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞാൻ നല്ലൊരു കിങ് ആണെന്ന് നീ പറഞ്ഞതിന് കാരണമെന്ന്. അതിന് എന്തേലുമൊക്കെ മറുപടി പറയണമല്ലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹെയ്സു. പെട്ടെന്ന് ഹെയ്സുവിൻ്റെ മനസ്സിലൊന്നും തന്നെ വരുന്നില്ലായിരുന്നു. അങ്ങനെ ഹെയ്സു എന്തെങ്കിലും ഒരു കാരണം കിട്ടിയില്ലെങ്കിൽ ഇയാൾ എന്നെ കൊല്ലുമല്ലോ എന്നൊക്കെ ഓർത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെയ്സു ടൈജോനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഹിസ്റ്ററിയെല്ലാം ആലോചിച്ച് പറയുകയാണ്, നിങ്ങളാണ് 3 കിങ്ഡത്തിനെ ഒന്നാക്കി പുതിയൊരു നേഷനെല്ലാം തുടങ്ങിയതെന്ന്. നിങ്ങൾ ആളുകൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ടൈജോ നിർമ്മിച്ച ഓരോ സംഘടനയുടെയൊക്കെ പേരും പറയുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ ടൈജോ ചിരിക്കുന്നു. അങ്ങനെ ടൈജോ ചിരിക്കുമ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹെയ്സുവിന് നന്ദി പറയാനുണ്ടായിരുന്നത് പണ്ട് സ്കൂളിൽ പഠിപ്പിച്ച ഹിസ്റ്ററി ടീച്ചറിനോടായിരുന്നു. കിങ് ടൈജോ ഹെയ്സുവിനൊരു പരവതാനിയെല്ലാം സമ്മാനമായി കൊടുക്കാമെന്നൊക്കെ പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ അതിന് ഭയങ്കര വില വരുന്നതാണെന്നൊക്കെ ക്വീൻ പറയുകയും ചെയ്യുന്നു. ബുക്ക് ഹെയ്സുവിനോട് നന്ദി പറയാനൊക്കെ പറയുന്നു. അപ്പോൾ രാജാക്കന്മാർക്ക് നന്ദി പറയുന്നത് എങ്ങനെയാണോ ഡ്രാമയിൽ ഹെയ്സു കണ്ടിട്ടുള്ളത് അതുപോലെയൊക്കെ ഹെയ്സുവും പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ രാജാവ് വീണ്ടും ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഹെയ്സു എവിടെയാണ് വാഷ്റൂം എന്നൊന്നും അറിയില്ലെങ്കിലും അത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് വാങ്സോ ഹെയ്സുവിൻ്റെ അടുത്തെത്തുന്നത്. ഹെയ്സ് വാങ്സോനെ നോക്കിയതിന് ശേഷം പറയുകയാണ്, പണ്ട് ഞാൻ കണ്ട ആളെ അല്ല ഇപ്പോൾ, എന്തായാലും ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രിൻസിനെ പോലെ തന്നെയുണ്ടെന്ന്. അപ്പോൾ വാങ്സോ പറയുന്നു, ഞാൻ പണ്ടും ഇപ്പോഴും പ്രിൻസ് തന്നെയാണെന്ന്. നീ ഇപ്പം എന്തിനാ കൊട്ടാരത്തിൽ വന്നതെന്നൊക്കെ ഹെയ്സുവിനോട് വാങ്സോ ചോദിക്കുന്നു. അപ്പോൾ ഹെയ്സ് പറയുകയാണ്, ഞാൻ സോപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ അത് ക്വീന് കൊടുക്കാൻ വന്നതാണെന്ന്. അതിനുശേഷം ഹെയ്സ് പറയുകയാണ്, നിങ്ങളിപ്പം നിങ്ങളുടെ ബ്രദേഴ്സിൻ്റെയും ഫാമിലിയുടെയും കൂടെയല്ലേ ഉള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നൊക്കെ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ക്വീൻ വരുന്നത്. ക്വീനെ കാണുമ്പോൾ തന്നെ ഹെയ്സ് ഓടി ഒളിക്കുന്നുണ്ട്. ക്വീൻ വാങ്സോനെ കാണുന്നത് കൊണ്ട് തന്നെ വാങ്സോയോട് ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. മാത്രമല്ല ക്വീനിന് വാങ്സോയോടുള്ള എല്ലാ ദേഷ്യവും സംസാരത്തിൽ തന്നെ ക്വീൻ തീർക്കുന്നുമുണ്ട്. ഇതെല്ലാം ഹെയ്സു കേൾക്കുന്നുമുണ്ടായിരുന്നു. താൻ വിചാരിച്ചതുപോലെ വാങ്സോയ്ക്ക് പാലസിൽ സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ലൈഫല്ല ഉള്ളതെന്ന് ഹെയ്സുവിന് മനസ്സിലാകുന്നു.
ക്വീൻ പറയുന്നത് കൊണ്ട് വാങ്സോയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. പക്ഷേ ക്വീൻ പറയുന്നതെല്ലാം ഹേസു കേൾക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വാങ്സോയ്ക്ക് ഉള്ളിലൊരു വിഷമമൊക്കെ ഉണ്ടാകുന്നത്. ക്വീൻ പോയതിന് ശേഷം ഹേസുവിനെ നോക്കുമ്പോൾ ഹേസു അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ലേഡി ഹേ ക്വീൻ്റെ അടുത്തിരിക്കുമ്പോൾ ചുമക്കുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം വായിൽ നിന്നും ഒരുപാട് ബ്ലഡ് എല്ലാം വരുന്നുണ്ട്. അത് കാണുമ്പോൾ ക്വീൻ ഡോക്ടറിനെ വിളിക്കാന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് ലേഡി ഹേ മുട്ടിൽ നിന്നിട്ട് ഇപ്പോഴും നടന്ന കാര്യങ്ങൾ ആരോടും പറയരുതെന്ന് പറയുന്നു. മാത്രമല്ല, പണ്ട് അമ്മ എനിക്കൊരു പ്രോമിസ് തന്നിട്ടില്ലായിരുന്നോ, ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു തരാമെന്ന്. അതുകൊണ്ട് തന്നെ ആ കാര്യം ഞാനിപ്പോൾ പറയുകയാണ്. എങ്ങനെയെങ്കിലും അതൊന്ന് സാധിച്ചു തരണമെന്ന് ലേഡി ഹേ പറയുന്നു. എന്താഗ്രഹമാണ് നിനക്കിനി ഉള്ളതെന്നൊക്കെ ലേഡി ഹേയോട് വുക്കിൻ്റെ അമ്മ ചോദിക്കുന്നു. അപ്പോൾ വുക്കിൻ്റെ അമ്മയോട് ലേഡി ഹേ പറയുകയാണ്, ഹെയ്സുവിനെ വുക്കിൻ്റെ സെക്കൻഡ് വൈഫാക്കാൻ അമ്മ സമ്മതിക്കണമെന്ന്. ഞാൻ ഇനി അധികം കാലമൊന്നും ജീവിച്ചിരിക്കില്ല. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വുക്കിൻ്റെ വൈഫായിട്ട് ഹെയ്സുവിനെ കൊണ്ടുവരണമെന്നും ലേഡി ഹേ പറയുന്നു. വുക്കും ഹെയ്സും കൂടി നടന്നു വരുമ്പോഴാണ് ഹെയ്സു ചോയ്ജിനെ കാണുന്നത്. വുക്കിനോട് ഹെയ്സു പറയുകയാണ്, എനിക്ക് അയാളെ നേരത്തെ തന്നെ അറിയാം, അതുകൊണ്ട് എനിക്ക് അയാളോട് കുറച്ച് നേരം സംസാരിക്കണമെന്ന്. ഹെയ്സു വന്നിട്ട് ചോയ്ജിയുടെ അടുത്ത് എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഡ്രിങ്ക്സ് കുടിച്ചതൊക്കെ ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ ചോയ്ജി ഒന്നും അറിയാത്തതുപോലെയൊക്കെയാണ് ഹെയ്സുവിനോട് പെരുമാറുന്നത്. 1000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ രണ്ടുപേരും കണ്ടത് ഓർക്കുന്നില്ലേ എന്നൊക്കെ ഹെയ്സു ചോയ്ജിയോട് ചോദിക്കുമ്പോൾ ചോയ്ജിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നു. നിങ്ങൾ നല്ലതുപോലെയൊക്കെ ഓർത്തു നോക്കാൻ ഹെയ്സുവും പറയുന്നു. അങ്ങനെ ചോയ്ജി പറയുകയാണ്, ഇവിടെ എന്ത് കാര്യം പറയുമ്പോഴും സൂക്ഷിച്ചു തന്നെ സംസാരിക്കണമെന്ന്. ഇവിടുത്തെ ഓരോ മതിലുകൾക്ക് പോലും നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കുമെന്നും ഹെയ്സുവിനോട് ചോയ്ജി പറയുന്നു. നിനക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ അറിയാവുന്നത് അതെല്ലാം നിന്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി, നീ അത് ആരോടും പറയാൻ പാടില്ല എന്നും ചോയ്ജി പറയുന്നു. നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഹെയ്സുവിനെ ചോയ്ജി കണ്ണടച്ച് കാണിക്കുന്നു. അതിനർത്ഥം ഇവർ രണ്ടുപേരും ഫ്യൂച്ചറിൽ നിന്നും വന്നിട്ടുള്ളവരാണെന്നാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നും ഇവർക്കറിയാം. ഹെയ്സുവും വുക്കും ഒരുപാട് മഞ്ഞൊക്കെയുള്ള സ്ഥലത്തൂടെ നടന്നു പോവുകയായിരുന്നു. വുക്ക് അങ്ങനെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞിട്ട് ഹെയ്സുവിനെ തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ ഹെയ്സുവും നടക്കാതെ നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും കുറച്ച് ദൂരം കൂടി നടന്നിട്ട് വുക്ക് തിരിഞ്ഞു നോക്കുന്നു. അപ്പോഴാണ് വുക്കിന് മനസ്സിലാകുന്നത് ഹെയ്സു വുക്ക് നടന്ന അതേ കാൽപ്പാടൊക്കെ കണ്ടിട്ട് ആ വഴിയിലൂടെ തന്നെയായിരുന്നു നടന്നതെന്ന്. വുക്ക് അതൊക്കെ കണ്ട് ചിരിക്കുന്നു. പിന്നീട് വുക്ക് ചവിട്ടുന്നതെല്ലാം വളരെയധികം ദൂരെയായിരുന്നു. അത്രയും അകന്നാണ് നടന്നതെങ്കിൽ പോലും ഹെയ്സു വുക്ക് നടക്കുന്ന അതേ വഴിയിലൂടെ തന്നെ നടക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഹെയ്സു നടക്കുമ്പോൾ പെട്ടെന്ന് വീഴാൻ തുടങ്ങുന്നു. അന്നേരം തന്നെ ഹെയ്സുവിനെ വുക്ക് പിടിക്കുന്നുണ്ട്. അങ്ങനെ വുക്ക് ഹെയ്സുവിനെ പിടിച്ചതിന് ശേഷം അവർ രണ്ടുപേരും പരസ്പരം നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നീട് വുക്ക് ഹെയ്സുവിനോട് ചോദിക്കുകയാണ്, നീ എന്താണ് ചോയ്ജിയോട് സംസാരിച്ചതെന്ന്. അപ്പോൾ ഹെയ്സു പറയുന്നു, എനിക്ക് ചോയ്ജിനെ കണ്ടപ്പോൾ അറിയാവുന്ന ആരോ പോലെ തോന്നി, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആളല്ലായിരുന്നു അതെന്ന്. എന്നിട്ട് വുക്ക് നടന്നു പോകാൻ തുടങ്ങുമ്പോൾ ഹെയ്സു വുക്കിനെ തടയുന്നു. അതിനുശേഷം ഹെയ്സു കയ്യിലുണ്ടായിരുന്ന ഒന്ന് വുക്കിന് കൊടുക്കുന്നു. വുക്ക് അതെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഹെയ്സു പറയുകയാണ്, ഇത് ഞാനുണ്ടാക്കിയ സോപ്പാണ്. ഞാൻ ലേഡി ഹേയ്ക്കും ക്വീനും മാത്രമല്ല വുക്കിനും സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തന്ന ആ ഒരു പോയം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും ഹെയ്സു വുക്കിനോട് പറയുന്നു. പക്ഷേ ഹെയ്സുവിന് വായിക്കാൻ അറിയില്ല എന്നുള്ള കാര്യമൊന്നും ഹെയ്സു പറഞ്ഞില്ല. വുക്ക് ഹെയ്സുവിന് വേണ്ടി അതിലെ അവസാനത്തെ ഒരു ലൈൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ബേക്ക ഹെയ്സുവിനെ വായിച്ച് കേൾപ്പിച്ചതുമില്ല. ഇതൊന്നും അറിയാതെയാണ് ഹെയ്സു അതെല്ലാം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വുക്കിനോട് പറഞ്ഞത്. വുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷിക്കുന്നു. നിനക്കതിൻ്റെ അർത്ഥമെല്ലാം മനസ്സിലായോ എന്ന് വുക്ക് ഹെയ്സുവിനോട് ചോദിക്കുമ്പോൾ ബേക്ക വായിച്ച് കേൾപ്പിച്ചത് കാണാതെ പഠിച്ച് പറയുകയായിരുന്നു ഹെയ്സു ചെയ്തത്. അതിനുശേഷം വുക്ക് പറയുകയാണ്, ഞാൻ എന്തായാലും ഒരു പോയമായിട്ട് തന്നെയല്ലേ തന്നത്, നീയും എനിക്ക് തിരിച്ച് ഒരു പോയം തന്നെ തന്നാൽ മതിയെന്ന്. വുക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു റിപ്ലൈ എല്ലാം വുക്കിന് കൊടുത്തേക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഹെയ്സു. ഒരു ബുക്കെല്ലാം എടുത്ത് അതിലെ എഴുത്തുകൾ അതേപടി കോപ്പി അടിച്ച് വെക്കാമെന്നാണ് ഹെയ്സു കരുതിയത്. പക്ഷേ അതിലെ അക്ഷരങ്ങളൊന്നും ഹെയ്സുവിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരക്ഷരം പോലും ശരിയായി ഹെയ്സുവിന് എഴുതാൻ സാധിച്ചില്ല. അങ്ങനെ ഹെയ്സുവിന് പെട്ടെന്നൊരു ഐഡിയ തോന്നുകയാണ്. അത് തോന്നിക്കഴിയുമ്പോൾ തന്നെ ഹെയ്സുവിന് വളരെയധികം സന്തോഷമാകുന്നു. അങ്ങനെ ഹെയ്സു അടുത്തൊരു പേപ്പറൊക്കെ എടുത്തിട്ട് എഴുതാൻ തുടങ്ങുകയാണ്. ഹെയ്സു പോയതിന് പകരം ഒരു പടമായിരുന്നു വരച്ചിരുന്നത്. ലൈബ്രറിയിലെത്തിയിട്ട് ബുക്ക് പെട്ടെന്ന് കാണാനായിട്ട് ബുക്കിൻ്റെ മേശയിൽ തന്നെയായിരുന്നു ആ ഡ്രോയിങ് വെച്ചത്. അങ്ങനെ അതെല്ലാം അവിടെ വെച്ചിട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് പ്രിൻസും യോനും കൂടി കയറി വരുന്നത്.
ഹെയ്സുവിനെ കാണുമ്പോൾ തന്നെ ഹെയ്സുവിനോട് എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഹെയ്സ് വെച്ചിരുന്ന ആ ഒരു ലെറ്റർ എല്ലാം എടുക്കുന്നു. അങ്ങനെ ഹെയ്സുവും ഉണ്ണും കൂടി ആ ഒരു ലെറ്ററിന് വേണ്ടി പിടിവലിയെല്ലാം നടത്തുന്നു. വൂക്കിനോട് ഹെയ്സു ആംഗ്യഭാഷയിലെല്ലാം സംസാരിക്കുമ്പോൾ വൂക്ക് പറയുകയാണ്, ആ ഒരു ലെറ്റർ ഞാൻ പറഞ്ഞിട്ടായിരുന്നു അവളവിടെ വെച്ചിരുന്നതെന്നൊക്കെ. ആ ഒരു സമയത്ത് ഹെയ്സു പെട്ടെന്ന് തന്നെ ആ ലെറ്റർ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നു. അങ്ങനെ ഹെയ്സ് പോയി കഴിയുമ്പോൾ തന്നെ ഹെയ്സുവിൻ്റെ പിറകെ ബേക്കായും കൂടി പോകുന്നുണ്ട്. അതൊരു പോയമാണെന്ന് വൂക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ആ പോയം വായിക്കാനായിട്ട് ഉണ്ണും ചെങ്ങും കൂടി ആ ഒരു ലെറ്റർ തുറന്നു നോക്കുന്നു. അങ്ങനെ അവർ നോക്കി കഴിയുമ്പോഴാണ് അതൊരു ഡ്രോയിങ് ആയിരുന്നു എന്ന് നമ്മളെ കാണിക്കുന്നത്. അത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാകാതെയാണ് ഉണ്ണും ചെങ്ങും കൂടി നിന്നത്. വോണിന് ഇതെല്ലാം അറിയാമെന്നുള്ള രീതിയിലൊക്കെ ചെന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ വോണിനും അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതിനുശേഷം വോൺ അത് വൂക്കിനെ കാണിക്കുന്നു. വൂക്ക് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വൂക്കിനും അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഉണ്ണ പടമെല്ലാം എടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. എങ്ങനെയും അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാനായിരുന്നു അവരെല്ലാവരും ശ്രമിച്ചത്. അതിനുശേഷം ഉണ്ണ വാങ്സോയോട് ചോദിക്കുകയാണ്, ഇതിനർത്ഥം എന്താണെന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ വാങ്സോ ഉണ്ണിനോട് കൈയെല്ലാം ഉയർത്തിപ്പിടിക്കാൻ പറയുന്നു. അതിനുശേഷം വാ കുറച്ച് തുറന്നു പിടിക്കാനും പറയുന്നു. അത്രയേ ഉള്ളൂ, അതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് വാങ്സോ പറയുന്നു. വാങ്സോ പറഞ്ഞതുപോലെ നിൽക്കുന്ന ഉണ്ണിനെ നോക്കിക്കൊണ്ട് ഉണ്ണും പറയുകയാണ്, ഈ ഡ്രോയിങ്ങിൻ്റെ അർത്ഥം അത് തന്നെയാണെന്ന്. ബുക്ക് കൊടുത്ത പോയമെല്ലാം കണ്ടിട്ട് വളരെയധികം സന്തോഷിക്കുകയും എക്സൈറ്റ്മെൻറ്റിലാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഹെയ്സു ഇങ്ങനൊരു റിപ്ലൈ തന്നതെന്നും വാങ്സോ പറയുന്നു. നീ എന്ത് പോയമാണ് ഹെയ്സുവിന് വായിക്കാനായി കൊടുത്തതെന്നൊക്കെ ബൂക്കിനോട് വാങ്സോ ചോദിക്കുകയും ചെയ്യുന്നു. ഹെയ്സുവിൻ്റെ പിറകെ തന്നെ ബേക്ക പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേക്ക ഹെയ്സുവിനെ പിടിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, നീ എന്തിനാണ് ലേഡി ഹേയോട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന്, ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നതെന്നൊക്കെ ഹെയ്സുവും ബേക്കായോട് ചോദിക്കുന്നു. ബേക്ക പറയുകയാണ്, നീ എപ്പോഴേലും ലേഡി ഹേനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ലേഡി ഹേ എപ്പോഴും വൂക്കിന് വേണ്ടിയാണ് നടന്നിരുന്നത്. വൂക്കിന് ഏത് ആഹാരമാണ് ഇഷ്ടമാകുന്നത്, എന്തെല്ലാം കേട്ടാലാണ് ചിരിക്കുന്നത്, ആരെയെല്ലാമാണ് ഇഷ്ടപ്പെടുന്നത്, ഇതെല്ലാമായിരുന്നു ലേഡി ഹേ എപ്പോഴും ചിന്തിച്ചിരുന്നത്. ഒരിക്കൽ പോലും ലേഡി ഹേ സ്വന്തം കാര്യം നോക്കിയിരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ഈ ഒളിച്ചുകളിയെല്ലാം നടത്തിയ ആർക്കും മനസ്സിലാകില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചതെന്നും ബേക്ക പറയുന്നു. അതിനുശേഷം ബേക്ക പറയുകയാണ്, എനിക്കെല്ലാ സത്യങ്ങളും അറിയാം. എനിക്ക് മാത്രമല്ല ലേഡി ഹേയ്ക്കും എല്ലാം തന്നെ അറിയാം. ലേഡി ഹേയ്ക്ക് ഞങ്ങളെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു എന്ന് ഹെയ്സും അതിശയത്തോടെ തന്നെ ബേക്കായോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി ബേക്ക പറയുകയാണ്, ലേഡി ഹേയ്ക്ക് എല്ലാ കാര്യങ്ങളും തന്നെ അറിയാം. ഇനി നീ ഒരിക്കലും ലേഡി ഹേയുടെയും ബൂക്കിൻ്റെയും ഇടയിലുള്ള റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് വരരുത്. ലേഡി ഹേ എന്ന് നിന്നെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇനിയും നീ ലേഡി ഹേനെ വിഷമിപ്പിക്കാനാണ് പോകുന്നതെങ്കിൽ നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്നും ബേക്ക പറയുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പിറകിൽ ബൂക്കും ഇതെല്ലാം കേട്ട് നിൽപ്പുണ്ടായിരുന്നു എന്ന് ഇവർക്ക് മനസ്സിലാകുന്നത്. പിന്നീട് ഹെയ്സും വൂക്കും കൂടി ഒന്നിച്ചു നിൽക്കുകയാണ്. ഹെയ്സു വൂക്കിനോട് ക്ഷമയെല്ലാം ചോദിക്കുമ്പോൾ വൂക്ക് പറയുകയാണ്, നീയല്ല, ഞാനാണ് തെറ്റുകാരനെന്ന്. ഞാനാണ് നിനക്ക് ആ പോയമെല്ലാം തന്നത്. ഞാൻ തന്നെയാണ് നിന്നോട് അതിന് റിപ്ലൈ തരാനും പറഞ്ഞത്. എല്ലാ തെറ്റും എൻ്റെ ഭാഗത്താണ്, നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും തന്നെ ഇല്ല എന്നൊക്കെ വൂക്ക് പറയുന്നു. ഹെയ്സുവാണ് എല്ലാ തെറ്റുകൾക്കും ഉത്തരവാദിയെന്ന് ഹെയ്സുവും വൂക്കാണെന്ന് വൂക്കും പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ പ്രണയമായിരുന്നെങ്കിൽ പോലും ഇപ്പോഴിവരുടെ പ്രണയം ഇവർ അവസാനിപ്പിക്കുകയാണ്. വൂക്ക് കൊടുത്ത ആ ഒരു പോയം ഹെയ്സ് സൂക്ഷിച്ചു തന്നെ വയ്ക്കുന്നുണ്ട്. ഹെയ്സ് കൊടുത്ത ആ ഒരു സോപ്പ് വൂക്കും സൂക്ഷിച്ചു വയ്ക്കുന്നു. യോൻഹ കിങ്ങിന് ഒരു പില്ലോ കവറെല്ലാം സമ്മാനമായി കൊടുക്കുന്നു. കിങ് യോൻ്റെ കല്യാണത്തെക്കുറിച്ചും കൂടി സംസാരിക്കുന്നു. കിങ് പറയുകയാണ്, എൻ്റെ മൂത്ത മകളെ കല്യാണം കഴിപ്പിച്ചു വിട്ടതുപോലെ തന്നെ നിന്നെയും കല്യാണം കഴിപ്പിച്ചു വിടാനാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്ന്. യോൻഹ എന്തായാലും സമ്മതമാണെന്നൊക്കെ പറയുന്നു. പക്ഷേ യോൻഹയുടെ മനസ്സിൽ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ യോൻഹ പറയുകയാണ്, ഞാൻ ഇവിടം വിട്ട് അധികം ദൂരമൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ അത്രയ്ക്ക് ദൂരെ വിടാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെനിക്ക് സമ്മതമാണ് എന്ന്. എന്തായാലും അടുത്തുള്ള ഒരു വിവാഹാലോചന വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നൊക്കെ കിങ്ങും പറയുന്നു. യോൻഹ അങ്ങനെ കിങ്ങിൻ്റെ അടുത്തുനിന്നെല്ലാം ഇറങ്ങി വരുമ്പോഴാണ് വാങ്സോനെ കാണുന്നത്. വാങ്സോനെ കാണുമ്പോൾ യോന് സന്തോഷമാകുന്നുമുണ്ട്. വാങ്സോയോട് യോൻ പറയുകയാണ്, കിങ് എത്രയും വേഗം എൻ്റെ കല്യാണമെല്ലാം നടത്താനാണ് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ വാങ്സോ ചോദിക്കുന്നു, ആരാണ് വരുന്നതെന്ന്. അത് നീ ആയിരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് യോ എത്തുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ യോന് സോനെ ഇഷ്ടമാണെന്ന്. അതുപോലെ തന്നെ യോയ്ക്ക് യോനെയും ഇഷ്ടമാണ്. നിന്നെപ്പോലൊരാളെ അല്ലെങ്കിൽ ആരാണ് വിവാഹം കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് യോ വാങ്സോനെ കളിയാക്കുന്നു.
എന്നെ നല്ലതുപോലെ നോൽക്കുന്ന ഒരാളെയാണ് എനിക്ക് ആവശ്യമെന്ന് യോനും പറയുന്നു. എന്നെ വിവാഹം കഴിക്കുവാണെങ്കിൽ നീ ആയിരിക്കും അടുത്ത രാജ്ഞി എന്നൊക്കെ യോനോട് പറയുന്നു. വാങ്സോ എന്തായിരിക്കും പറയുന്നതെന്ന് അറിയാനായിരുന്നു യോൻ കാത്തിരുന്നത്. പക്ഷെ വാങ്സോ പറയുന്നത് ഞാൻ ഒരിക്കലും എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഒരു വില നിശ്ചയിക്കില്ല എന്നായിരുന്നു. എൻ്റെ ഫേസ് കണ്ടിട്ട് എന്നെ ഭയപ്പെടാതെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് ആവശ്യമെന്ന് വാങ്സോ പറയുന്നു. ഇത്രയും പറഞ്ഞ് വാങ്സോ പോകുമ്പോൾ അവൻ ശരിക്കും ഒരു മൃഗത്തെ പോലെ തന്നെയാണെന്നായിരുന്നു യോ പറഞ്ഞത്. അപ്പോൾ യോൻ പറയുന്നത് ഒരു മൃഗത്തെ മനുഷ്യനാക്കി മാറ്റുന്നത് വളരെയധികം രസമുള്ള കാര്യമാണെന്നായിരുന്നു. ലേഡി ഹേ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചിരുന്ന പ്രഷ്യസ് ആയിട്ടുള്ള ക്ലോത്ത്സ് എല്ലാം കത്തിക്കുകയായിരുന്നു. അങ്ങനെ ലേഡി ഹേ ഇതെല്ലാം കത്തിക്കുന്നത് ഹേസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ലേഡി ഹേക്ക് ചുമയെല്ലാം വരുന്നത്. ചുമച്ച് ബ്ലഡ് എല്ലാം തുപ്പുകയും ചെയ്യുന്നു. ഞാൻ എത്രയും വേഗം ഡോക്ടറിനെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഹീസ് പോകാൻ തുടങ്ങുമ്പോൾ ഹീസുവിനെ ലേഡി ഹേ തടയുന്നു. നിനക്ക് വൂക്കിനെ ഇഷ്ടമാണോ എന്ന് ലേഡി ഹേ ഹേസുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഹേസു ഒരു മറുപടിയും തന്നെ പറയുന്നില്ല. അങ്ങനെ ലേഡി ഹേ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ശരിക്കും മണ്ടന്മാർ തന്നെയാണെന്ന്. പിന്നീട് നിറഞ്ഞ കണ്ണുകളും ചോര നിറഞ്ഞ ചുണ്ടുമായിട്ട് ലേഡി ഹേ പറയുകയാണ്, എനിക്ക് വേണ്ടി നീ ഒരു തവണ കൂടി മേക്കപ്പ് എല്ലാം ഇട്ട് തരാമോ എന്ന്. വുക്കിനി എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സുന്ദരിയായി നിൽക്കുന്ന എന്നെ വേണം വുക്ക് ഓർക്കാൻ എന്നൊക്കെ ലേഡി ഹേ പറയുന്നു. അങ്ങനെ ഹേസു ലേഡി ഹേനെ ഒരുക്കുമ്പോൾ ലേഡി ഹേ ഹേസുവിനെ തന്നെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. ലേഡി ഹേ ഹേസുവിനോടൊരു കാര്യവും പറയുന്നില്ലെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. നീ ഇപ്പോൾ പെരുമാറുന്നത് പോലെ അല്ലാതെ കുറച്ചുകൂടി ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യങ്ങളും നോക്കാൻ. കാരണം നീ ഇനി മുതൽ ഒരു റോയൽ ഫാമിലിയിലായിരിക്കും ഉണ്ടായിരിക്കുക. എനിക്കൊരു കാര്യം ഉറപ്പാണ്, എൻ്റെ ഹസ്ബൻഡിന് നീ നല്ലൊരു വൈഫ് തന്നെ ആയിരിക്കും. അദ്ദേഹം എപ്പോഴും ആശ്രയിക്കുന്ന, അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് തല ചായ്ക്കാൻ സാധിക്കുന്ന ഒരു പില്ലോ ആയിരിക്കും നീ എന്നും ഹേസുവിനെ കുറിച്ച് ലേഡി ഹേ ഓർക്കുന്നു. ഹേസുവിൻ്റെയും കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ട്. രണ്ടുപേരും ഒന്നും തന്നെ മിണ്ടുന്നില്ലെങ്കിലും പരസ്പരം പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. ലേഡി ഹേയും ഹേസുവും കഷ്ടപ്പെട്ട് ചിരിക്കാനെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ടത് സാധിക്കുന്നില്ല. അതിനുശേഷം ഹേസു ഓടി വൂക്കിൻ്റെ അടുത്തെത്തുന്നു. ഹേസു വൂക്കിനോട് പറയുകയാണ് എത്രയും വേഗം ലേഡി ഹേയുടെ അടുത്തേക്ക് വരണമെന്ന്. ലേഡി ഹേ മഞ്ഞിലൂടെ വൂക്കിൻ്റെ കൂടെ നടന്നു പോവുകയായിരുന്നു. ഹേസുവും അവരുടെ പിറകെ ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയതെല്ലാം എനിക്ക് ഓർമ്മ വരുന്നുവെന്ന് ലേഡി ഹേ പറയുന്നു. ആദ്യമായി നമ്മൾ കണ്ടുമുട്ടിയതും പിന്നീട് എനിക്ക് നിങ്ങളെ ഇഷ്ടമായതും അതിനുശേഷം ഞാൻ ഒരുപാട് തവണ നിങ്ങളുടെ മുൻപിൽ നിന്നും ഒളിച്ചതുമെല്ലാം എനിക്ക് ഓർമ്മ വരുന്നു. എനിക്ക് നിന്നെ സഹായിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിവാഹത്തിന് വളരെയധികം തിരക്ക് കൂട്ടിയത്. പക്ഷെ അതിനുശേഷം നമ്മുടെ വിവാഹത്തോടെ നിന്നെ പാലസിൽ നിന്നുമെല്ലാം പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. നിനക്കിപ്പോൾ എന്താണ് തോന്നുന്നതെന്നൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് വൂക്ക് ലേഡി ഹേയോട് പറയുന്നു. ലേഡി ഹേ കൈയെല്ലാം ഉയർത്തി വൂക്കിൻ്റെ കണ്ണീരെല്ലാം തുടയ്ക്കുന്നു. അതിനുശേഷം പറയുകയാണ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടാനായിട്ടുള്ളൂ. അത് ഹേസുവിനെ നല്ലതുപോലെ തന്നെ നോക്കണമെന്നാണെന്ന്. ലേഡി ഹേയ്ക്ക് വയ്യാതാകുന്നത് കൊണ്ട് തന്നെ വൂക്ക് പിന്നീട് ലേഡി ഹേനെ എടുത്തിട്ടാണ് നടക്കുന്നത്. തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടും ലേഡി ഹേ അതിന് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. നേരത്തെ ഒരു തവണ ലേഡി ഹേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൂക്ക് ലേഡി ഹേനെ സ്നേഹിക്കുന്നില്ല എന്ന്. അങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ തുടങ്ങുകയായിരുന്നു വൂക്ക്. നീ അന്ന് എന്നോട് പറഞ്ഞത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വൂക്ക് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ലേഡി ഹേ വൂക്കിനെ തടയുന്നു. ലേഡി ഹേ പറയുകയാണ്, എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ ഇനിയും സാധിക്കും, എനിക്കത് മാത്രം മതിയെന്ന്. അത്രയും പറഞ്ഞിട്ട് ലേഡി ഹേ മരിക്കുകയാണ് ചെയ്യുന്നത്. വൂക്ക് ലേഡി ഹേനെ സ്നേഹിച്ചു എന്ന് പറയുന്നത് കേൾക്കാൻ പോലും ലേഡി ഹേ കാത്തിരുന്നില്ല. ലേഡി ഹേയുടെ ആഗ്രഹവും അത് തന്നെ ആയിരുന്നു. കാരണം ലേഡി ഹേയ്ക്ക് അറിയാമായിരുന്നു വൂക്ക് ലേഡി ഹേനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ വൂക്കിനെ ഹേസുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മരിക്കാനായിരുന്നു ലേഡി ഹേ തീരുമാനിച്ചത്. ലേഡി ഹേ മരിച്ചുവെന്ന് ഹേസു മനസ്സിലാക്കുമ്പോൾ തന്നെ ലേഡി ഹേ എന്നെല്ലാം വിളിച്ച് ഹേസു ഒരുപാട് കരയുന്നു. പക്ഷേ വൂക്ക് അത് മനസ്സിലാക്കിയിട്ടും ഹേസുവിനോട് പറയുകയാണ്, അവൾ ഇപ്പോൾ ഉറങ്ങുകയാണ്, നീ വീണ്ടും ബഹളമൊന്നും വെച്ച് അവളെ ഉണർത്തരുതെന്ന്. ഹേസു അങ്ങനെ ലേഡി ഹേ മരിച്ചല്ലോ എന്നോർത്ത് കരയുമ്പോൾ വൂക്ക് ലേഡി ഹേനെയും കൊണ്ട് ബാക്കി ദൂരം നടക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.